പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളെയും ശാന്തമാക്കി തീർത്ത് അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയപ്പലകൾ എഴുതാൻ തക്കവണ്ണം ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളെല്ലാവരെയും ഉണർത്തുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ അവിടുത്തെ സാന്നിധ്യമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല കർത്താവേ. അനേകരും ഞങ്ങളുടെ വഴിയാത്രയിൽ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുണ്ട്. അവരും വേഗം ചേർക്കപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം പഠിച്ച് കർത്താവെ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറിയ ഓട്ടമോടി അവിടുത്തെ പ്രസാദിപ്പിച്ച് ഞങ്ങൾ ആഗ്രഹം വെച്ച് പ്രിയം വെച്ചിരിക്കുന്ന ആ സ്വർഗീയ തീരത്തെത്തി ചേരുവാൻ തക്ക വേണം. ഇന്ന് രാത്രി കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങളെ സൗഖ്യമാക്കട്ടെ, ഞങ്ങളുടെ ദർശനമുള്ളവരാക്കി തീർക്കട്ടെ, ഞങ്ങളുടെ പാതയ്ക്കത് വെളിച്ചമായി തീരട്ടെ. യഥാർത്ഥമായ ദൈവഹിതം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അറിയില്ല എല്ലാവർക്കും അല്ലേ? ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അതിൽ നമ്മൾ അവസാനം കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ച് അവസാനിപ്പിച്ചത് മന്നയെ കുറിച്ചാണല്ലേ. രണ്ട് മനുഷ്യനുണ്ട് നമുക്ക്, അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും. രണ്ടു പേർക്കും വ്യത്യസ്തമായ അല്ലേ ഭക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ഏറെ ആഴ്ചകളായി നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇസ്രായേൽ മക്കൾക്ക് മന്ന ആവശ്യമായിരുന്നു, ദൈവം കൊടുത്തു അവർക്ക്. പക്ഷേ അവർ ഹൃദയം കൊണ്ട് പിന്തിരിഞ്ഞ് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോയെന്നും അവർ ആ വചനത്തെ തള്ളിക്കളഞ്ഞു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ തിരിച്ചെന്ന് വരാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് പറഞ്ഞു വെച്ച വാക്യം എങ്ങനെയാണ്, മന്ന എവിടെയാണ് ആവശ്യമായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ വാക്യം വായിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബൈബിൾ ക്ലാസ് അവസാനിപ്പിച്ചു വെച്ചത്. മന്ന ഇസ്രായേൽ മക്കൾക്ക് എവിടെ വെച്ചായിരുന്നു ആവശ്യമായിരുന്നത്? എവിടെ വെച്ചാ? മരുഭൂമിയിൽ. നമുക്കറിയാം, പടം കാണുമ്പോൾ തന്നെ അറിയാം, 3 വ്യത്യസ്തമായ രീതിയിൽ അല്ലേ. ഒന്ന് മിസ്രൈം, ഒന്ന് മരുഭൂപ്രയാണം, 2 പാലും തേനും ഒഴുകുന്ന ആ മനോഹരമായ കാനൽദേശം. 3 വ്യത്യസ്ത അനുഭവങ്ങളാണ് അവർക്ക് ദൈവം കൊടുത്തത് അല്ലേ? കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഈ 3 കാര്യത്തിൽ കൂടി, ഒന്ന് ഈജിപ്റ്റ്, അവരുടെ പഴയകാല ജീവിതം, 2 അവരുടെ മരുഭൂമി പ്രയാണ യാത്ര, 3 കാനൽദേശം. 3 വ്യത്യസ്ത യാത്ര, രണ്ടാമത്തെ അവരുടെ സെറ്റ് അല്ലേ. അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചിട്ട് രണ്ടാമത്തെ അവരുടെ ജീവിതം മരുഭൂമിയിലാണ്. 3 അവരുടെ ജീവിതം എന്ന് പറയുന്നത് വാഗ്ദത്ത കാനൽദേശത്തിലാണ്. ഈ 3 ജീവിതത്തിൽ അവിടെ എവിടെ വെച്ചിട്ടാണ് മന്ന ആവശ്യമായിരിക്കുന്നതിനെ കുറിച്ച് അല്പം നമുക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കാം. ഈജിപ്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണുന്നത്, ഈജിപ്തിനെ കുറിച്ച് സംഖ്യാപുസ്തകം അതിൻ്റെ 11-ാം അധ്യായം 7-8 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവിടെ 4-5 വാക്യമൊന്നും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും. അടുത്ത 5-ാമത്തെ വാക്യം, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പഴയകാല ജീവിതം. ഇപ്പൊ എവിടെയാ നിൽക്കുന്നവർ? അവർ നിൽക്കുന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് മരുഭൂമിയിൽ നിൽക്കുക. ദൈവം അവരെ നടത്തിക്കൊണ്ടുപോകുക. അവർ പറയുക, ഞങ്ങൾ ഈ പറഞ്ഞ കൂട്ടരാരും വേറെ ഒന്നുമല്ല, സമ്മിശ്ര ജാതികൾ. ഈ പറഞ്ഞ കൂട്ടര് അവിടെ ഒരു കാല് വെച്ചിരിക്കുന്നു, ഇവിടെ ഒരു കാല് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സമ്മിശ്ര ജാതികൾ. അങ്ങനെ പറഞ്ഞ വാക്ക് കറക്റ്റ് വാക്യമുള്ളത്. പകുതി അവിടെ പകുതി ഇവിടെ നിൽക്കുന്ന സമ്മിശ്ര, മിക്സ് ചെയ്ത് നിൽക്കുന്ന ജാതി. കുറെ ഈജിപ്റ്റ് അകത്തുണ്ട്, കുറെ കർത്താവിന്റെ വിളിയും കേട്ട് പോകുന്നവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ, സമ്മിശ്ര ജാതി. അവരാണ് പെട്ടെന്ന് ദുരാഗ്രഹികളായി തീരുന്നത്.
ഇത് അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ല, ദൈവസഭയെക്കുറിച്ച് പറഞ്ഞതാ. ദുരാഗ്രഹികൾ, ഇവരുടെ അകത്ത് ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് എന്നും ആ പഴയകാല ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടം. അവരുടെ ജീവിതത്തിൽ പഴയകാല ജീവിതം, സമ്മിശ്ര ജാതികൾ. നമ്മളല്ലേ സമ്മിശ്ര ജാതിയെ കുറിച്ചല്ലേ, ഇവിടുത്തെ കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നത്. സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞാൽ മിസ്രൈം വിട്ടിട്ടുമില്ല, എന്നാൽ വാഗ്ദത്ത കനാലിൽ യാത്ര ചെയ്ത് ഓടുന്ന വിശുദ്ധന്മാരുടെ കൂടെ ഇവരുമുണ്ട്. ഇവർക്ക് സത്യം അറിയാം, വാഗ്ദത്തമാണ്, കനാൽ ദേശമുണ്ട്, അത് പാലും തേരും ഒഴുകുന്ന അറിയാം. പക്ഷെ അവരുടെ ഹൃദയത്തിൽ അതില്ല. കാരണം അവർ ദുരാഗ്രഹികളാവും. രണ്ടാമത്, അവരുടെ ഹൃദയത്തിനകത്ത് മുഴുവനും മിസ്രൈം കിടക്കുകയാണ്. അവർ സമ്മിശ്രമായി കിടക്കുകയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അവർ എന്താ പറയുക, പകുതി അവിടെയും പകുതി ഇവിടെയുമായി കിടക്കുകയാണ് അവരുടെ ജീവിതത്തിൽ. അവരാണ് എന്നും പ്രശ്നക്കാർ. ഏത് ജീവിതത്തിലെടുത്ത് നോക്കിയാലും, ഈ സഭകളെടുത്ത് നോക്കിയാലും പ്രശ്നമുണ്ടാക്കുന്നത് നല്ലൊരു ശതമാനം ഈ ജാതികളാണ്. ഏത് ചെയ്യാന്നറിയാമോ? ലോകം അകത്ത് കിടക്കുന്നവർ, അല്ലെങ്കിൽ മിസ്രൈം അകത്ത് കിടക്കുന്നവരാണ് അവർ. അവർക്ക് എന്നും പറയാനുള്ളത്, ഞങ്ങൾ മിസ്രൈമിൽ നിന്ന് ചെയ്ത കാര്യങ്ങൾ, ഞങ്ങൾ മിസ്രൈമിലായി പണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ബിസിനസ് ചെയ്യുമായിരുന്നു. അന്നല്ലേ അവർ ഹൃദയം കൊണ്ട് അങ്ങോട്ടാ ചായുന്നിരിക്കുന്നത്. അവർ സഭക്കകത്ത് വന്നാലും അവരുടെ മുഴുവനും ചിന്തകൾ മുഴുവനും എങ്ങനെ മാമോനെ ഉണ്ടാക്കാം, അല്ലേ, എങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ പേരും പെരുമകൾ ഉണ്ടാക്കാം എന്നതൊക്കെ അവരെ നല്ലൊരു ശതമാനം ആൾക്കാരും അതാ ചിന്തിക്കുന്നത്. കാരണം അവർ ഈ സമ്മിശ്ര ജാതിയാണ്. അവർ വാഗ്ദത്ത കനാൽ കണ്ടിറങ്ങിയ ആൾക്കാരല്ല, എന്നാൽ വാഗ്ദത്ത കനാൽ വിളിക്കപ്പെട്ട അവരുടെ പുറകെ ഇറങ്ങിയ ആൾക്കാരാ. പക്ഷേ അവരുടെ ഹൃദയം മുഴുവൻ എന്താണെന്നറിയാമോ? ഈ അകത്തു മുഴുവനും ഈ മിസ്രൈമിലെ ചുറ്റുള്ളി, വെളുത്തുള്ളി, ഈ പറഞ്ഞതുപോലെ മത്തങ്ങ, ഉള്ളി, ഇതൊക്കെ അവർ വില കൂടാതെ ഞങ്ങൾ തിന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ തിന്നിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അവർ കഴിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തിന്നെന്ന് പറയാൻ പാടില്ല, അത് പട്ടികളും പൂച്ചകളും മൃഗങ്ങളും തിന്നെന്ന് പറയാനല്ലേ. ഇവർ കഴിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അവർ മിസ്രൈമിലായിരുന്നപ്പോൾ ഇത് കഴിച്ചിട്ട് പോലുമില്ല. അവർ വലിച്ചെറിയുന്നത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിന്ന് ബാക്കി വെക്കുന്നതാ, അവർ വേസ്റ്റ് കളയുന്നതാ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം ഒരിക്കൽ പോലും അവർ ഈ വീരവാദം പറയുമ്പോൾ അവർ ഒരിക്കലും അത് കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കി വന്നത്, മിസ്രൈമിൽ കഴിച്ച് ബാക്കി വന്നത് അവർ കഴിച്ചിരിക്കുന്നത്. പക്ഷേ യഹോവയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ പറയുന്നത്, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം വെള്ളരിക്ക എന്ന് പറഞ്ഞാൽ ഇവരെ വലിയ പൊങ്ങച്ച ടീമാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോടെ ഇവർ ബലം പിടിക്കുന്നത്? വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്ന വാഗ്ദത്ത കനാലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന പോകുന്ന ആ ദൈവത്തോടാണ് ഇവർ ഈ പഴയ മിസ്രൈമിന്റെ കഥ പറയുന്നത്. ആ ദൈവത്തിനറിയാം ഇവർ എങ്ങനെ കഴിച്ചുവെന്നും. നിലവിളിച്ചപ്പോൾ അങ്ങേയറ്റം നിലവിളി സ്വർഗത്തിൽ ഉയർന്നപ്പോഴാ ദൈവം ഇറങ്ങി വന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്? അങ്ങേ അറ്റം പുറപ്പാട് പുസ്തകമൊക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് അവർ അങ്ങേയറ്റം നിലവിളിച്ചു. അവർ നിലവിളി സ്വർഗം കേട്ട ശേഷം അവ പുറകിലേക്ക് ഇറങ്ങി വന്നത്. അത്രമാത്രം അവര് പറയില്ലേ, ഈ ഇഷ്ടി ഉണ്ടാക്കാൻ വേണ്ടി വൈക്കോലൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചുട്ടു കൊടുക്കണം. അതേ രീതിയിൽ അവർ ബലം പിടിച്ച് വെച്ചത്. പിന്നെ അവർക്ക് ഈ വെച്ചു മത്സ്യവും വെള്ളരിക്കൊക്കെ കൊടുക്കും അവര്? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക്? ഇവർ നിലവിളിച്ച് കരട്ട ദൈവം താഴേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ അതേ ദൈവത്തോട് ഇവർ പറയുക, ഞങ്ങൾ മിസ്രൈമിലെ കഥകളാണ്, മിസ്രൈമിലെ മഹത്വം അവർ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വില കൂടാതെ കഴിച്ചിട്ടുള്ള മിസ്രൈമിലെ മഹത്വം. ഇപ്പൊ എവിടെ ആരെ ഉയർത്തുന്നത്? ഇവര് മിസ്രൈമിന് അവിടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുമായിരുന്നു. അവിടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതെല്ലാം ഫ്രീ ആയി കിട്ടുമെന്ന് പറഞ്ഞതിനർത്ഥം വിളിച്ച ദൈവത്തിലുള്ള അവരുടെ പ്രത്യാശ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അവർക്ക് ഇല്ലാതെ പോയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവർ സമ്മിശ്ര ജാതിയാ. ഇവർക്ക് ദൈവസഭക്കകത്ത് വന്നാലും ഇവർക്ക് പറയാനുള്ളത് മുഴുവനും ആ പഴയ ഈജിപ്തിലെ കഥകളാണ്. ഈജിപ്തിലെ മോഹങ്ങളും അവിടുത്തെ പേരും പെരുമകളും അവിടുത്തെ ആഗ്രഹങ്ങൾ മാത്രമേ. കാരണം ഇവർക്ക് പ്രത്യാശയില്ല. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടമോടി തുറക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതിനെക്കുറിച്ച് ആഴമായ ക്ലാസ് പറയുന്നത് നിങ്ങൾക്ക്. മുമ്പിൽ വെച്ചിരിക്കുന്ന കനാൻ ദേശം, അല്പമായി നിങ്ങളോട് സംസാരിക്കും, സമയമുള്ളതുപോലെ ഞാൻ സംസാരിക്കും. എത്തിയാൽ മുമ്പിൽ വെച്ചിരിക്കുന്ന വാഗ്ദത്ത കനാൻ സ്വപ്നം കണ്ടിറങ്ങാതെ ഒരിക്കലും ഇതിന് മുമ്പിൽ കൂടി പോകാൻ കഴിയത്തില്ല. കാരണം മുമ്പിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രത്യാശയായി നിറഞ്ഞ് ഇരിക്കത്ത കാലം നമ്മുടെ അകത്ത് മുഴുവനും അതേ ലോകമേ വെളിപ്പെട്ട് വരത്തുള്ളൂ, അതിൻ്റെ മഹത്വമേ വർണ്ണിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈജിപ്തിനെ കുറിച്ച് പറയുമ്പോൾ അവരങ്ങനെ പറഞ്ഞു,
നമുക്കറിയാം അവർക്ക് അവിടെ ഇത് ആവശ്യമില്ല. ഏതിൻ്റെയാ? മന്നയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവർക്ക് ഇവിടെ മന്നയെന്ന് വേണ്ട എന്തൊക്കെയാ? മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, അങ്ങനെ സാധനങ്ങൾ അവർക്ക് അത് മതി. അപ്പോൾ ഈജിപ്തിൽ അവർക്ക് അതിൻ്റെ മന്നയുടെ ആവശ്യമില്ല. രണ്ടാമത്, കനാൽ ദേശത്ത് അവർക്ക് മന്നയുടെ ആവശ്യമുണ്ടോ? വാക്യങ്ങളൊക്കെ ഒന്ന് അല്ലേ, ഒന്ന് ഓടിച്ചിട്ടേക്കട്ടെ. ഓക്കെ. വാഗ്ദത്ത ദേശമായ കനാൽ ദേശത്ത് അവിടെ കുറിച്ച് പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന് 35-ാമത്തെ വാക്യം. പുറപ്പാട് 16:35. കുടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുവോളം. അതേതാ കുടിപ്പാർപ്പുള്ള ദേശം? ഈ ദേശം ഏതാ? വാഗ്ദത്ത കനാൽ ദേശം. കുടിവാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. എന്നിട്ട് പറയാ കനാൽദേശത്തിന് അതിൻ്റെ അതിരെത്തുവോളം അവർ മന്ന. അപ്പോൾ ആ വാഗ്ദത്ത കനാലിൽ എത്തുന്നതിന് മുമ്പ് വരെ അവർക്ക് എന്തുണ്ട്? അതിനുശേഷം അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നിന്നുപോയെന്നൊരു വാക്യം നമുക്ക് അടുത്ത വാക്യം കഴിയും. വാഗ്ദത്ത കനാൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഇതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അകത്തെ മനുഷ്യന് ആവശ്യമായിരിക്കുന്ന മന്നയെക്കുറിച്ചാണ്. അത് ഇന്നാണ് ആവശ്യം അല്ലേ? ഇന്നാണ് ആവശ്യം. കാരണം ലക്ഷ്യമില്ല. നമ്മുടെ സോള് ഗതികെട്ട് അല്ലെ, എന്താ പറയുക, ലക്ഷ്യം തെറ്റി കിടക്കുക, ഗതി കെട്ട് കിടക്കുക എന്നൊക്കെ പറയില്ലേ? ലക്ഷ്യമില്ലാതെ കിടക്കുകയാ. ലക്ഷ്യമില്ലാതെ കിടക്കുക. ആ ലക്ഷ്യം കിട്ടാൻ വേണ്ടിയാണ് ഈ മന്നയുടെ അത്യാവശ്യം ഇരിക്കുന്നത്. അപ്പോൾ കുടിപ്പാർപ്പുള്ള ദേശം അല്ലെങ്കിൽ ഈ കനാൽ ദേശം എത്തിച്ചേരുവോളം അവർക്ക് മന്ന ആവശ്യമായി അതിനെ ഭക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മന്നയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വാഗ്ദത്ത നാട് അല്ലെങ്കിൽ നമ്മുടെ ദൈവരാജ്യം അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ഭവനം എന്തുവാകട്ടെ, അവിടെ എത്തിച്ചേരുവോളം മാത്രമേ നമുക്കത് ആവശ്യമുള്ളൂ. അവിടെ എത്തിച്ചേരുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ അവിടെ ഒരു വാക്ക് പറയുന്നില്ലേ? 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അല്ലേ ഒരു വാക്യമുണ്ട്. കൺമണം ഒരു വാക്യമുണ്ടല്ലോ, ഞങ്ങൾ മുഖാമുഖമായി കാണുന്ന ദിവസമുണ്ട്, ഇപ്പോൾ അല്പാൽപമായി കാണുന്നു. 13-ാം അധ്യായം കടമൊഴിയായി. ആ വാക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഞങ്ങൾ കടമൊഴിയായി. എന്നെ കിട്ടിക്ക് വായിച്ചു മോളെ. കടമൊഴി അംശമായി അറിയുന്നു. എപ്പോഴാണ്? ഇപ്പൊ അംശമായി അറിയുക. അംശമായി അറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും. ഇനി മുഖാമുഖമായി കാണുന്ന ദിവസം വരും. അതിനുവേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. അന്ന് ആരെയും ഒന്നും അതിനുശേഷം പറയേണ്ട ആവശ്യമില്ല. ഒന്നും ഇതാണ് കർത്താവെന്ന് ഓരോന്നും പറയേണ്ട. കാരണം നമ്മൾ മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. നമ്മൾ മുഖാമുഖമായി കർത്താവിനെ അറിയുക. ഇന്ന് അറിയുവാൻ അല്പമായി കടമൊഴിയ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ അല്പമായി അറിഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം കൂടി കർത്താവിനെ കുറിച്ച് അറിഞ്ഞ നമ്മളൊന്നും ഈ ഭാഗത്ത് നിൽക്കത്തുമില്ല അല്ലേ? നമ്മുടെ പാപത്തെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയാൽ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കത്തില്ല. ഓരോ ദിവസം കർത്താവ് നമ്മൾ കാണിച്ചു തരിക അല്പമായി. ഏതെങ്കിലും ഒരു പാപത്തിൽ ജയം പ്രാപിച്ച് പൊങ്ങി വരുമ്പോൾ അടുത്ത സെക്കൻഡ് കർത്താവ് പുതിയത് പൊക്കി തരും നമുക്ക് അല്ലേ? ജീവിതകാലം മുഴുവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പാപവും കൂടി നമുക്ക് കാണിച്ച് നമ്മൾ ഒരിക്കലും നിൽക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെയാ ദൈവവചനം. അത് തന്നെയാ ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ വിശപ്പിനൊത്തവണ്ണം നമ്മളത് കഴിക്കുമോ അല്ലെങ്കിൽ നമ്മളത് തട്ടിക്കളയുമോ എന്നൊക്കെ അറിഞ്ഞ ശേഷമാണ് ദൈവവചനം നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുമാകട്ടെ, യോശുവയുടെ പുസ്തകം അതിന് 5-ാം അധ്യായം അതിന് താഴേക്ക് 6-ാം അധ്യായം 6-ാം വാക്യം പഠിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായ കൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. നമുക്ക് തരുമെന്ന് യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായ പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കുക ഇല്ല എന്ന് യഹോവ അവരോട് സത്യം ചെയ്തിരുന്നു. ദൈവം അവരെ വിളിച്ചുകൊണ്ട് വന്നതാ. എങ്ങോടാ? വാഗ്ദത്ത കാലം ലഭിക്കാൻ വേണ്ടിയാ. അതിനുവേണ്ടി ആയിരുന്നു ദൈവം മന്ന കൊടുത്തത് അല്ലേ? മന്ന എന്തിനാ ഭക്ഷിച്ചത്? ഈ വർഷിച്ച് ഇട്ടുകൊടുത്തത് എന്തിനു വേണ്ടിയാ? അവർക്ക് ആ മന്നയായിരുന്നു അവർക്ക് വഴികാട്ടിയായി നിൽക്കേണ്ടത്. ആ മന്നയാണ് അവർക്ക് ദർശനം കൊടുക്കേണ്ടത്. ആ മന്ന അവർ തട്ടിക്കളഞ്ഞവർ. കഴിഞ്ഞ ദിവസം പഠിച്ചതാ, ഇസ്രായേൽ മക്കൾക്ക് മന്ന വേണമെന്ന് പറഞ്ഞു, ദൈവം മന്ന കൊടുത്തു. ആ കൊടുത്ത സമയത്ത് അവർക്കത് തേൻ പുരട്ടി പഠിച്ച ഓർമ്മയുണ്ടോ? തേൻ പുരട്ടിയ ദോശ പോലെയായിരുന്നു. നല്ല ടേസ്റ്റാ അല്ലേ? ചിലപ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടും. ചിലപ്പോൾ ചോറൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയുള്ള 2 കഷ്ണം ഇറച്ചി കഷ്ണമൊക്കെ ആയിരിക്കും. നമ്മൾ തൊട്ട് കഴിക്കും. കാരണം അതിൻ്റെ എല്ലും കഷ്ണമൊക്കെ ആണെങ്കിൽ വലിച്ച് അല്ലേ അവസാനം. കാരണം 2 കുഞ്ഞു കഷ്ണമേ ഉള്ളൂ നമുക്ക്. ഒരു 10 അല്ലേ കുറേ കഷ്ണം തരികയാണെങ്കിൽ നമുക്ക് വിലയുണ്ടാകത്തില്ല. അങ്ങനെയല്ല നിങ്ങളങ്ങനെ
കുറച്ച് കിട്ടുമ്പോഴേ വിലയുണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, യഹോവയുടെ വാക്ക് അനുസരിക്കായിക്കൊണ്ട് ദൈവം മന്ന കൊടുത്തു അവർക്ക്. അവർക്കത് മനസ്സരിക്കുവാൻ അവർ തട്ടിക്കളഞ്ഞു. ആദ്യം അതും എന്താ തേൻ പുരട്ടിയ ദോശ പോലെയായിരുന്നു. പിന്നീടത് എണ്ണ, വെറും എന്താ പറയുക, പാമോലി പുരട്ടിയ ദോശ പോലെയായി. അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞവർക്ക്, അതിനോടുള്ള ഇഷ്ടം കുറഞ്ഞു, അതിനോടുള്ള മഹത്വം കുറഞ്ഞവർക്ക്. കാരണം മന്നയെ നോക്കുമ്പോൾ മന്ന തന്നവനെയാണ് അറിയേണ്ടത്. നമ്മൾ, ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ദൈവം മന്ന കൊടുത്തപ്പോൾ അവർ ആ കവർ നോക്കിയത് മുഴുവൻ ആ ഭക്ഷണത്തുമേലെ നോക്കിയത് അവർ. പക്ഷേ നമുക്ക് ദൈവം വചനം തരുമ്പോൾ തന്നവനിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇല്ലെങ്കിൽ ഈ വചനം നമുക്ക് ഉപകാരമായി വരത്തില്ല. ദൈവം നമുക്ക് വചനം തരത്തില്ലേ? ഇപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക വചനം, ദിവസവും നിങ്ങൾക്ക് വചനം ദൈവം തന്നുകൊണ്ടിരിക്കുക. ഈ വചനം തരുമ്പോൾ തന്നവനിൽ നമ്മുടെ ഹൃദയം ഉറപ്പിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കേട്ട വചനം ഉപകാരമായി വരത്തില്ല. വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇബ്രാഹിം ലേഖനത്തിൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കാരണം എന്നറിയാമോ? തന്നവനിലേക്കാണ് നമ്മൾ നോട്ടം വരേണ്ടത്. അത്ഭുതം ചെയ്യുമ്പോഴും അത്ഭുതത്തിലേക്കല്ല നോക്കേണ്ടത്. പിന്നെന്തുണ്ട്? കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, ദൈവം അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, ഒരു നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ദൈവം എന്താ നമ്മൾ ആരിലേക്ക് നോക്കേണ്ടത്? ദൈവം ഒരു അടയാളം വെച്ചിട്ടുണ്ട്. ആ അത്ഭുതത്തിനിടയിൽ ഒരു അടയാളം. എങ്ങോട്ടുള്ള അടയാളമാ? ഇപ്പൊ തൃശ്ശൂർക്ക് പോകാനാണെങ്കിൽ ഒരു ആര വെച്ചതുപോലെ ആ ആര നോക്കി തൃശ്ശൂരിലേക്ക് പോകുന്ന ഒരു അടയാളം വെച്ചിരിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും ആ അടയാളം എങ്ങോട്ടാ? നിത്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ, അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. അവർക്ക് തേൻ പുരട്ടിയ ദോശ മാറി, എണ്ണ പുരട്ടിയ ദോശ പിന്നീട് മാറി. അവസാനം എന്ത് വാക്കാ പറഞ്ഞത്? നിസ്സാര, വെറും യവത്തിന്റെ വില പോലും ഇല്ലാത്ത ദൈവജനത്തെ നിസ്സാരമായി വൽക്കരിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രിയമുണ്ട് ദൈവജനത്തോട്? എത്ര പ്രിയം! ഹല്ലേലൂയ. എഴുതി ഇന്ന് രാജീവ്, ഇപ്പം ഞങ്ങളുടെ അവിടുത്തെ പണിയൊക്കെ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ എഴുതി കൂട്ടിയ ബുക്കുകളും രാജീവിന് ഇഷ്ടംപോലെ ഡയറികൾ എഴുതി കൂട്ടി രാജീവാണ് പാക്കി വെച്ചത്. എഴുതി കൂട്ടിയ പേപ്പറുകളും കെട്ടുകണക്കിന് ഇവർക്കൊക്കെ എല്ലാവർക്കും അറിയാം. എന്നറിയാമോ? പ്രിയം വെച്ചത് കൊണ്ടാ. ചില വചനം നമുക്ക് വായിക്കാം, നമുക്ക് അതിനുള്ള ബുദ്ധിയും കഴിവും നമുക്ക് പണ്ടേയില്ല, അല്ലെങ്കിൽ പണ്ട് സ്കൂളൊക്കെ പഠിച്ചു പോയാലല്ലേ, പഠിച്ചൊക്കെ ഇരിക്കത്തുമില്ല. എഴുതി വായിച്ച് ഓരോ നോട്ട്സ് എഴുതി രാജീവ് കണ്ടതാ. എഴുതി കൂട്ടി വെച്ചിരിക്കുക. കാരണം അറിയാമോ? പ്രിയം വെച്ചത് കൊണ്ടാണ്. ഏതിലൂടെ? കാരണം അത്രമാത്രം പ്രാധാന്യമുണ്ട് ആ വചനത്തിന്. അപ്പോൾ അതുകൊണ്ട് തേൻ പുരട്ടി ദോശ മാറി എണ്ണ പുരട്ടി ദോശയായി കുറഞ്ഞു വരെ, ക്വാളിറ്റി കുറഞ്ഞു വരെ. അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതല്ല, നമ്മുടെ അകത്ത് അതിനുള്ള പ്രിയം കുറഞ്ഞു പോയതാ. അവസാനം നിസ്സാരയും തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, പന്നികളുടെ മുമ്പിൽ ഈ പുറങ്കാലിന് അടിച്ചു കളയത്തേ ഉള്ളൂ. പുറങ്കാലിന് ചിലപ്പോൾ നമ്മുടെ ദൈവം സംസാരിക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ദൈവം സംസാരിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ നിസ്സാരമായി കളയും. എഴുതി വെക്കാൻ നമ്മൾ വിചാരിക്കും ഇതിനകത്തൊക്കെ സ്റ്റോർ ചെയ്യാന്ന്. നടക്കത്തില്ല. ഇതിനകത്ത് ജീവിതത്തിന് ആകുലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോഴുണ്ടല്ലോ ഈ സാധനമൊക്കെ പോയ വഴി പോവും. ഒന്ന് ലോൺ അടക്കട്ടെ, ഇന്ന് ടിവിയുടെ ലോൺ അല്ലേ, ഇന്ന് ബൈക്കിന് ലോണുള്ള ദിവസമാണ്, ലോൺ അടക്കേണ്ട ദിവസമാണ്. അത് തലയിൽ കയറിയാൽ മതി. എത്ര വെളിപ്പാടാണെങ്കിലും അതൊക്കെ വലിച്ചെറിച്ച് കളഞ്ഞിട്ട് എപ്പോൾ നോക്കിയാലും ഇന്നടക്കണം എന്നുള്ള ചിന്തയായിരിക്കും നമുക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടേക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. തരുന്നത് ശ്രദ്ധയോടെ നിങ്ങൾ എടുക്കുന്നുണ്ടോ? അല്ലേ? കഴിഞ്ഞ ദിവസം പഠിച്ചതാ, ഒരു സ്പൂണും ഒരു പാത്രവുമായിട്ട് ഇരിക്കുമ്പോൾ ദൈവം ഇട്ട് തരിക നമ്മൾ കോരി കഴിക്കാൻ വേണ്ടി. ഈ സ്പൂണും പാത്രമില്ല, ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കോ? ഇല്ല. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരുക്കത്തെ കാണിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ ഒരുക്കമാണെന്നല്ല. എന്ത് വാങ്ങട്ടെ, ഞാൻ വിട്ടു പോകുക, നമ്മുടെ സമയം കഴിഞ്ഞു പോയല്ലോ. അപ്പൊ മരിച്ചൊരുങ്ങവിടെ 40 സംവത്സരം അവര് മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. നമുക്ക് തരുമെന്ന് യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം, പാലും തേനുമൊഴുകുന്ന ദേശം, അതിൽ കടത്തില്ല. ദൈവം തന്നെ ഉറപ്പു, അല്ലേ? സത്യം ചെയ്തു എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യം ചെയ്ത് ദൈവം എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം എന്താ? ഒന്ന്, ദൈവം അവരെ വിളിക്കുമ്പോൾ ഒരു വാഗ്ദത്ത കനാൽ അവകാശമായി കൊടുക്കാമെന്ന് പറഞ്ഞു. അവരുടെ ഹൃദയത്തിനകത്തത് ആ ദർശനം വെക്കേണ്ടതിന് പകരം അവരുടെ ദർശനം മുഴുവനും പുറകിലേക്ക് മാറിപ്പോയി. കാരണം അവർ സമ്മിശ്ര ജാതിയാ, വിളിക്കപ്പെട്ടവരാ, എന്താ പറയുക, രക്തം പുരട്ടി കട്ടിളപ്പടിയിലും കുറുമ്പടി രക്തം പുരട്ടി രക്ഷിക്കപ്പെട്ടവരാ, ചെങ്കടൽ കടന്നു വന്നവരാ, സ്നാനപ്പെട്ടവരാ, മേഘത്തിൻ കീഴിൽ ആത്മസ്നാനം പ്രാപിച്ചവരാ അവരെല്ലാവരും. പക്ഷേ ഹൃദയം മുഴുവനും മിസ്രൈമിലെ ലോകത്തിലെ മോഹങ്ങൾ കിടക്കുകയാ. അവർക്ക് വർണ്ണിക്കുവാനും വിവരിക്കുവാനും ഒറ്റ കാര്യമേ ഉള്ളൂ. എന്നറിയാമോ? പഴയ മിസ്രൈമിന്റെ കഥകൾ, അല്ലേ? പഴയ ലോകത്തെ എങ്ങനെ പിടിച്ചെടുക്കാം, ലോകത്തെ നമുക്ക് എങ്ങനെ വലിയവനാകാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ.
ഇവിടേക്ക് ദൈവം അവരോട് ദൈവം എന്താ പറയുന്നത് അറിയാമോ? പാലും തേനും ഒഴുകുന്ന ദേശത്തിൽ നിങ്ങളെ അടുക്കൽ പോലും കേട്ടത്തില്ല. ഈ 40 സംവത്സരം എന്തിനാ ദൈവം നടത്തിയെന്ന് അറിയാമോ? അവരെ എന്തിനാ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തിയത്? എന്തിനാ നടത്തിയത്? അവരകത്തുള്ളത് പരീക്ഷിച്ച് അവർക്കറിയാൻ വേണ്ടിയ. അവർ വല്ലതും അറിഞ്ഞോ? അവരൊക്കെ അറിഞ്ഞത് മുഴുവനും ഞങ്ങളുടെ പഴയ വീരസാഹസിക കഥകളാണ്. എങ്ങനെയാണെന്നറിയാമോ? ഫ്രീ ആയിട്ട് ഞങ്ങൾ അടിച്ചു മാറ്റി കഴിച്ച കഥകളൊക്കെ. അവരുടെ ഹൃദയത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കിത് വീഴ്ച സംഭവിക്കില്ലായിരുന്നു. ദർശനം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്, വചനത്തോടുള്ള ആർത്തി നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്. കാരണം നിങ്ങൾ ഒന്നറിയണം, നമ്മുടെ കാലിന് ദൈവമായി ആകെയുള്ളത്, ഈ ഭൂമിക്കകത്ത് നമുക്ക് ആകെയുള്ളത് ഈ വചനം മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഇനി അല്പമായി പിന്നീട് സംസാരിക്കും. അപ്പോൾ മിസ്രൈമിലെ വെച്ച് അവർക്ക് വചനത്തിൽ മന്നയുടെ ആവശ്യമില്ല. കനാൽ ദേശമായപ്പോൾ അവർക്ക് അവിടെ മന്ന നിന്നുപോയെന്ന് നമുക്ക് വാക്കുകൾ, ഇഷ്ടംപോലെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മരുഭൂ പ്രയാണത്തിലാണ് അവർക്ക് എന്താവശ്യമായിരിക്കുന്നത്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, നമ്മുടെ അകത്ത് 2 മനുഷ്യരുണ്ട്. ഒന്ന് നമ്മുടെ ജഡമനുഷ്യൻ അല്ലെങ്കിൽ ഔട്ടർ മാൻ, 2 ഇന്നർ മാൻ, അല്ലേ? ഔട്ടർ മാൻ ആവശ്യമായ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ഇപ്പമായി പഠിച്ചു. ഇന്നർ മാൻ ആവശ്യമാകുന്ന ഭക്ഷണം എങ്ങനെയാണ് അവൻ കഴിച്ച് ബലപ്പെടുന്നത്, 6 പാക്ക് പോലെയൊക്കെ, അല്ലേ? എങ്ങനെയാണ് അവൻ ബലപ്പെടുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളേറെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിനെന്താണ് ആവശ്യം? മന്നയാണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം പ്രിയം വെക്കുന്നുവോ അത്രത്തോളം നമുക്ക് ആ മന്ന കഴിച്ച് നമ്മൾ അകത്തെ മനുഷ്യൻ ബലപ്പെടും. ഇല്ലെങ്കിൽ പുറമേ ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി. ഈ ലൂക്കോയുടെ സുവിശേഷം വായിക്കും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 22-ാം അധ്യായത്തിലായിരിക്കും. ഈ ലോകത്തിൻ്റെ, അല്ലേ, ആവലാദികൾ, എന്താ ഒരു വാക്ക് മലയാളത്തിൽ വേറൊരു വാക്കുണ്ടല്ലോ, ഈ ലോകത്തിൻ്റെ ആദി കടന്നു വരുമ്പോൾ, കെയേഴ്സ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ ഇംഗ്ലീഷ് ആ വാക്കാ, കെയേഴ്സ് ഓഫ് ദിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് വാക്കാ. ഈ ലോകത്തിൻ്റെ 22-ാം അധ്യായത്തിലാണ് ഒരു വാക്ക് പറയില്ലേ, ആകുലങ്ങൾ, ഈ കെണി പോലെ നിങ്ങൾക്ക് വരാതിരിപ്പാൻ, വാക്യമുണ്ടല്ലോ, കെണി പോലെ നിങ്ങൾക്ക് ഈ ലോകത്ത് വരാതിരിപ്പാൻ. 22-ാം അധ്യായത്തിൽ വാക്കിയില്ലേ, ഒരു വാക്യമുണ്ടല്ലോ, ലൂക്കയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ വാക്കുണ്ടല്ലോ, ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിപ്പാൻ. അറിയാമോ? ഈ പല കാര്യങ്ങൾ വരാതിരിപ്പാൻ എന്നൊക്കെ വേണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, അത് വരാതിരിപ്പാൻ വേണ്ടിയാണ് നമ്മൾ ഈ മന്നയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മരുഭൂ പ്രയാണ യാത്രയെക്കുറിച്ച് പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31, 32 വാക്യങ്ങൾ, പിന്നെ 35-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്: ഇസ്രായേൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പലാനരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശക്കൊത്ത രുചിയുള്ളതുമായിരുന്നു. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന ആദ്യം കാര്യം ആവിത്, എന്നിട്ട് പറയാം, ഞാൻ നിങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിക്കാൻ തന്ന ആഹാരം. എവിടെയാ ഭക്ഷിക്കാൻ തന്ന ആഹാരം? മരുഭൂമിയിൽ. അവിടെ ചുറ്റുള്ളിയില്ല, വെളുത്തുള്ളിയില്ല, മത്സ്യങ്ങളൊന്നുമില്ല. അവിടെ എന്താ ഉള്ളത്? മന്നയാണ്. അതിനും മാത്രമേ അവർക്ക് കനാൽ ദേശം എത്തിക്കുവാനുള്ള ആരോഗ്യം ലഭിക്കത്തുള്ളൂ. പക്ഷെ അവരെന്താ ആഗ്രഹിക്കുന്നത്? ഇപ്പോഴും മിസ്രൈമിലെ വെളുത്തുള്ളി, ആ സാധനങ്ങളാ, മത്സ്യമൊക്കെ, അതൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ചിക്കനും മട്ടനൊക്കെ നമുക്ക് ആവശ്യമാണ്, കഴിക്കണം. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഇതിന്, വചനത്തിന്. അതിന് മാത്രമേ നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിയത്തുള്ളൂ. ഈ മന്നയുടെ പ്രാധാന്യം അത്രമാത്രമുണ്ട്. മരുഭൂമിയിൽ ദൈവം ഇവർക്ക് ഇനി ചുറ്റുള്ളിയും വെളുത്തുള്ളി ആഗ്രഹിച്ച ദൈവം കൊടുക്കും. അല്ല, അവർക്ക് ആവശ്യമാണെങ്കിൽ ദൈവം കൊടുക്കും. പക്ഷേ അവർ പ്രിയം വെച്ചിരുന്നെങ്കിൽ, ഏതിന് പ്രിയം? മന്നയിൽ പ്രിയം വെച്ചിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണോ? അല്ലേ? കൊടുക്കുമായിരിക്കും, നമുക്കറിയത്തില്ല, കൊടുക്കുമായിരിക്കും. ദൈവത്തിന്റെ മനസ്സ് നമുക്കറിയാം. ഒരു ഭക്തന്റെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവൻ്റെ ആ ഭക്തന്റെ ആഗ്രഹം മുഴുവനും ആ നിത്യതയായിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് പറയുമ്പോൾ കുടിപാർപ്പുള്ള ദേശത്തെത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തുവാകട്ടെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഈ കാര്യം. ഈജിപ്തിൽ അവർക്ക് ആ ഈജിപ്തിൻ്റെ ഭക്ഷണമായിരുന്നു. മരുഭൂമിയിൽ ദൈവം അവർക്ക് എന്ത് കൊടുത്തു? മന്ന കൊടുത്തു. എന്നാൽ വാഗ്ദത്ത കനാലിൽ എത്തിയ ശേഷം അവർക്ക് വേണ്ട, കാരണം നിന്നുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടെ നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരുഭൂ പ്രയാണ യാത്രയിൽ എത്രമാത്രം പ്രിയം വെക്കുന്നുവോ അത്രത്തോളം ആ ദൈവം നമുക്ക് പൊഴിച്ചു തരും. അല്ല, ഞാൻ ഒന്ന് പറയാം, പന്നികളുടെ മുമ്പിൽ മുത്തുകളെ ഇട്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കത്തില്ലെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാരണം അറിയാമോ, അതിന് പ്രാധാന്യം തിരിച്ചറിയണം. എങ്ങനെയാണ് പ്രാധാന്യം അറിയുന്നത്? എണ്ണ പുരട്ടിയ ദോശ പോലെയാണോ, അതോ നിസാര ദോശ പോലെയാണോ, അതോ തേൻ പുരട്ടിയ ദോശ പോലെയാണോ? പ്രിയം എങ്ങനെയാ? ആ പ്രിയം പോലെ ഇരിക്കും ആ പ്രിയതമക്ക് പ്രിയൻ കൊടുക്കുന്നത്.
ക്ലിയറാണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ ആകുല ജീവിതത്തിനിടയിൽ നമ്മൾ ഓടി നടന്ന് ബൈബിൾ വായിക്കാൻ നേരമില്ല, 5 അധ്യായം ഡെയിലി വായിക്കാൻ പറയുന്നുണ്ട്. എത്ര പേർ വായിക്കുന്നുണ്ടോ എന്ന് ക്യാമറ വെച്ച് നോക്കിയാൽ എനിക്ക് സംശയമാണ്. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് സംശയമാണ്. പക്ഷേ തരുന്നത് ശ്രദ്ധയോടെ പ്രിയം വെച്ച് വായിക്കുകയാണെങ്കിൽ ദൈവം പൊഴിച്ചു തരുമെന്നാൽ ഒരു ഡൗട്ട് നമുക്കതിനില്ല. കാരണം അതാ ഈ ജീവിതയാത്രയിൽ ആവശ്യമായിരിക്കുന്നത് ദൈവം നമുക്ക് തന്നേ. കാരണം ദൈവത്തിന് ഉത്തരവാദിത്തമാ ചോദിക്കുന്നവർക്ക് മന്ന കൊടുക്കുവാൻ. അത് ശക്തന്മാരുടെ ഭക്ഷണം. ഇഷ്ടംപോലെ വാക്യമുണ്ട്, പിന്നീട് അതിനെക്കുറിച്ച് സമയപക്താവ് അനുവദിച്ചാൽ പഠിക്കും. ശക്തന്മാരുടെ ഭക്ഷണമാണത്. അത് മാത്രമല്ല ദൂതന്മാരുടെ ഭക്ഷണമാണ്. ആത്മീയ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് മകടെ വിട്ടുപോകുന്നു. നമുക്ക് ഇന്നറിയാം, ഇന്ന് ഇങ്ങനത്തെ നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആ മണ്ണയ്ക്ക് പകരം ഇന്ന് കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഭക്ഷണമാണ് മുഴുവനും, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പണ്ട് പഠിച്ച വാക്യമാണ്. ഇന്ന് കേൾക്കുന്നത് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഭക്ഷണമല്ല, അല്ലെങ്കിൽ മണ്ണയല്ല, അല്ലെങ്കിൽ വചനമല്ല കേൾക്കുന്നത്. നല്ലൊരു ശതമാനം കേൾക്കുന്നത് മുഴുവനും കർണരസമാറും, അല്ലേ? ചെവിക്കിമ്പമുള്ളത്, ഹൃദയത്തിന് ഹൃദയം എന്ന് പറയാൻ പറ്റത്തില്ല, മനസ്സിനായിട്ട് കളിക്കത്തുള്ളൂ, ഹൃദയത്തിലേക്ക് പോകത്തില്ല, അല്ലേ? മനസ്സിന് ഇമ്പമുള്ളത്, കൈയടിക്ക് അല്ലേ ആക്കം കൂട്ടുന്ന വിധത്തിലുള്ളത്, വൈകാരികപരമായുള്ളത്, മനസ്സിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നത്, ഹൃദയത്തിലേക്ക് ഇറങ്ങി ശരിയോ എൻ്റെ ഹൃദയത്തെ പരിശോധിക്കാൻ കഴിയാതെ വണ്ണം മനസ്സിൽ കിടന്ന് കളിക്കുന്ന വചനങ്ങൾ. ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇതകത്തേക്ക് ഇറങ്ങിയാലല്ലേ ഗുണം ചെയ്യത്തുള്ളൂ. കാരണം ഹൃദയം എന്ന് പറയുന്നത് നല്ല നിലമാണ്. അതെന്ത് വീണാലും അത് 100 മേനി വിളയും. 30 ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോൾ 30 അല്ല 60 അല്ല 100 മേനി വിളഞ്ഞാൽ, തിന്മയാണെങ്കിൽ 100 മേനി വിളഞ്ഞാൽ പിന്നെ അത് മുഴുവൻ നമ്മൾ തന്നെ കൊയ്യേണ്ടി വരും. അവസാനം ചില്ലിക്കാശ് കൊടുത്ത് തീരുവോളം, ഇത് വായിച്ചിട്ടില്ല ആരും, അവസാനം ചില്ലിക്കാശ് കൊടുത്തു തീരുവോളം വരാതെ അത് അവസാനം വരെ അത് സഹിക്കേണ്ടി വരും. നാം തന്നെ വിതച്ചതാ. പിന്നെ എടുക്കുക, സമയം കിട്ടിയെടുക്കും. എഫ്രൈം കാറ്റിനെ അല്ലേ, കുഞ്ഞിക്കാറ്റ്, പൂന്നൊരു കാറ്റാണ് വിതച്ചത്. പക്ഷെ കൊയ്തതാണ് കൊടുങ്കാറ്റ. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? നല്ല വാക്ക്. അതൊക്കെ കഴിയുമെങ്കിൽ അതിനെക്കുറിച്ച് അല്പമായി എടുക്കും. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 7 മുതൽ 12 വരെ നമുക്ക് അറിയാവുന്ന വാക്യമാണ്. ജസ്റ്റ് ഒരു വാക്യം എഴുതി വെച്ചുകൊണ്ട് മാത്രം പറഞ്ഞു പോകുകയാണ്. അവർ രക്ഷിക്കപ്പെടാൻ, മുകളിലൊന്നും വായിക്കുന്നില്ല. എന്താ പറയുക, 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ, നല്ലതല്ല, കള്ളൻ അല്ലേ, കള്ളനാണതല്ലേ, വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. നമ്മൾ പണ്ട് എടുത്തിട്ടുണ്ട്, ഇനി അതിനോട് എടുത്ത് ഞാൻ സമയം കളയുന്നില്ല, അല്ലേ? ഇന്ന് എന്നൊക്കെ പറഞ്ഞ് ഊതുമ്പോഴും, ഉടുപ്പൊക്കെ വീശി ഊതുമ്പോഴും ജനങ്ങളൊക്കെ പുറകോട്ട് മറിഞ്ഞ് വീഴുന്ന പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എടുക്കാൻ പോയ സമയം ഒരുപാട് പോകും. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? അത് ഏത് ആത്മാവാ പുറകോട്ട് മറിഞ്ഞ് വീഴുന്നത്? ഏത് വാക്യമാ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വാക്യം ഏതാ? യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിച്ച ഓർമ്മയുണ്ടോ? അവർ പുറകോട്ട് വീണ് നശിച്ചു പോകുന്നു. പണ്ട് പഠിച്ചിട്ടുണ്ട്. അത് എടുക്കാൻ പോയി ഒരുപാട് സമയം നമുക്ക് പോകും. ഇന്ന് കാണുന്ന വ്യാജമായ അത്ഭുതങ്ങളും വ്യാജമായ അടയാളങ്ങളും, വ്യാജം ഏതെന്നറിയാമോ? മറ്റൊരാത്മാവിന്റെ പ്രകടനങ്ങൾ. ഹലോ, അല്ലേ? ഈ കോട്ടക്കൂടി വീശുമ്പോൾ എങ്ങോട്ടാ മറിഞ്ഞു വീഴുന്നത് ജനം? പണ്ട് ആഴമായി പിക്ചറിട്ട് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പുറകോട്ട് മറിഞ്ഞു വീഴുകയാ. യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുക, അവർ പുറകോട്ട് വീണ്. അടുത്ത വാക്യം എന്താ? നശിച്ച്, നാശം. നരകത്തിന്റെ വാക്ക് സാത്താനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ വാക്ക് നാശം, നാശപുത്രൻ, നാശയോഗ്യ എന്നൊക്കെ പറയുന്ന അതേ വാക്യം തന്നെയാണ് അവിടെ മൂലഭാഷ കൊടുത്തിരിക്കുന്നത്. പുറകോട്ട് വീണ്. അപ്പോൾ വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ, കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഓടിക്കൊടുന്നപ്പോഴും അങ്ങോട്ടാ. ഇത് കാണുമ്പോൾ വീശി പുറകോട്ട് വീണ്, അല്ലേ? ഉരുണ്ട് മറഞ്ഞ് അവ തുണി പോലും മുമ്പ് ഒന്നും ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാ. മറ്റതങ്ങനെയല്ല. ബോധക്കേടിന്റെ ആത്മാവാ. ബോധം കിടത്തിക്കളയുന്ന ആത്മാവാ. അതുകൊണ്ട് മുടിയനായ പുത്രന് സുബോധം വന്നപ്പോൾ എന്ന് എഴുതിയത്. ഇന്ന് ദൈവസഭയിൽ അനേകർക്ക് സുബോധമില്ല. ഇവിടുത്തെ കാര്യമില്ല, വേറെ സഭകളെ കുറിച്ച് പറഞ്ഞു, അല്ലേ? ഓട്ടം മുഴുവനും ഈ അത്ഭുതം കാണാൻ വേണ്ടിയാ. കാരണം സുബോധം വന്നിട്ടില്ല. ഈ സുബോധം വരുമ്പോഴാണ് നേരെ ചൊവ്വ എന്താണെന്ന് അറിയുന്നത്. അതുകൊണ്ട് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാരിക ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. എന്നിട്ട് പറയാ, നമ്മളെ കുറിച്ച് പറയാ, അവർ
ഇങ്ങനത്തെ കൂട്ടരെ കുറിച്ച് പറയാ അവർ, അല്ലേ? ഏതാ അവർ? ഏതാ ഈ അവർ? ഇതുപോലെ വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ ഓടുന്നവർ, ഊതുമ്പോൾ മറഞ്ഞു വീഴുന്നത്, ചിരിപ്പിക്കുന്ന ആത്മാവ്. എനിക്ക് നല്ലോണം അറിയാം ചിരിപ്പിക്കുന്ന ആത്മാവ്. ഇതൊക്കെ എവിടെ നിന്ന് വന്നാൽ നമുക്ക് നല്ലോണം അറിയാം. ചിരിപ്പിക്കുന്ന ലാഫിങ് സ്പിരിറ്റാ, ഇംഗ്ലീഷൊക്കെ അങ്ങനെയൊക്കെ പേരൊക്കെ ഉണ്ട്, അല്ലേ? ചിരിപ്പിക്കുന്ന ആത്മാവ്. കുരക്കുന്നത് പലതുകൊണ്ട്. എൻ്റെ പൊന്നോ, ഇത് വെറൈറ്റി സാധനം മുഴുവൻ എല്ലാം ആഫ്രിക്ക. നല്ലൊരു ശതമാനം ബ്ലാക്ക് മാജിക് മുഴുവൻ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്, ഭയങ്കരമായിട്ട്. ഇത് മുഴുവനും ആഫ്രിക്കൻ സാധനങ്ങളാണ്. ഇവിടെ നിന്ന് പലരും പോയിട്ട് അവിടെ പോയി അഭിഷേകം പ്രാപിച്ച് ഇവിടെ വന്നിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെയുണ്ട് കേരളത്തിൽ. എവിടെ നിന്നറിയാമോ? മുഴുവൻ അഭിഷേകം അവിടുത്തെ അഭിഷേകമാണ്. എന്നോട് ദേഷ്യമായല്ലോ നിങ്ങൾക്കല്ലേ? ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല, സത്യം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? കൊരക്കാനും ചിരിക്കാനും ഒന്നുമല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. സുബോധത്തിന്റെ ആത്മാവ്. ഈ ദൈവസഭയിൽ ആൾ കൂടിയപ്പോഴുണ്ടല്ലോ, വിധവമാരും പാവങ്ങളായ ആൾക്കാരെയൊക്കെ നോക്കാൻ ആരുമില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞു, 1 മണി കുറച്ച് പേരെ നിയമിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 7 പേരെ നിയമിച്ചു. ആരൊക്കെയാണെന്നറിയാമോ? പാവച്ചേട്ടൻ ബീച്ചേച്ചി കിച്ചണിലേക്ക്, അല്ലേ? 7 പേരെ നിയമിച്ചു. അവരെ കുറിച്ച് ക്വാളിറ്റി പറയുമ്പോൾ ആത്മനിറവുള്ളവർ, അഭിഷേകമുള്ളവരൊക്കെ പറ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കഞ്ഞി വിളമ്പാൻ അഭിഷേകമുള്ളവർ നമ്മളെ പോലെ തുള്ളിച്ചാടിക്കകത്ത് കഞ്ഞി വിളമ്പിയ അവരൊക്കെ ചൂട് കഞ്ഞിയൊക്കെ മുഖത്ത് വീണ് ആൾക്കാർ ഇടികൊള്ളേണ്ടി വരും. ആത്മനിറവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന്. എന്താ ആത്മനിറവ് എന്ന് പറഞ്ഞേ? എന്താണ് ആത്മനിറവ്? ഇത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വാക്കാ, അതിനെക്കുറിച്ച് ആഴമായ ക്ലാസ് പിന്നെ എടുത്തോളാം. എന്താ ആത്മനിറവ്? ആത്മനിറവ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്തൊരു ആത്മനിറവാന്നൊക്കെ പറയൂലേ? എന്താ ആത്മനിറവ്? എന്താ പരിശുദ്ധാത്മാവ് നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണ്? ഫിൽ എന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണോ? ഫയർ എന്നൊക്കെ പറയുമ്പോൾ, അല്ലേ? അതാണോ ആത്മനിറവും? അല്ല. പരിശുദ്ധാത്മാവിന് എന്നെയും നിങ്ങളെയും പൂർണ്ണമായി ലഭിക്കുന്നതിന്റെ പേരത്. ക്ലിയർ ആയില്ലേ? നമ്മളെ വിട്ടു കൊടുത്തിട്ടില്ല. ഇന്ന് നല്ലൊരു ശതമാനം എൻ്റെ കയ്യിലാണ്, നമ്മളെ കയ്യിലിരിക്കുന്നത്. ഞാൻ സ്വയം എൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്. പലപ്പോഴും എന്നെ പൂർണ്ണമായി പരിശുദ്ധാത്മാൻ വിട്ടുകൊടുക്കുമ്പോൾ അവൻ നമ്മളിൽ നിയന്ത്രിക്കാൻ തുടങ്ങുന്നതിന്റെ പേര് ആത്മനിറവ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന മിനിസ്ട്രിയാണ് സുബോധത്തിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ വലുത്? നമ്മളൊക്കെ ഇന്ന് പലപ്പോഴും നമ്മൾ തന്നെയാ, ഞാൻ തന്നെയാ എൻ്റെ ദൈവം. പഠിച്ചൊക്കെ ഓർമ്മ കാണും, അല്ലേ? അവർ നമ്മെപ്പോലെ ഒരുവനായി തീർന്നിരിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും ദൈവത്തെ കൂടാതെ ചെയ്യാൻ പോകുമ്പോൾ അതെല്ലാം നമ്മൾ തന്നെയാ ദൈവം, നമ്മുടെ ദൈവം. അപ്പോൾ പരിശുദ്ധന്മാവല്ല നിറവ്. ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, കുരക്കുന്നതല്ല നിറവെന്ന് പറയുന്നത്, അല്ലേ? സുബോധത്തോടെ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുക. എന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോൾ അവൻ എന്നിൽ വസിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുക. അവിടെ ഞാൻ എന്നുള്ള ചാപ്റ്ററിൽ, ഞാൻ എന്നുള്ള സാധനം അവിടെ ഇല്ല. ഇന്നതല്ല. ഈ റോമർ 7-ാം അധ്യായം ന്യായപ്രമാണത്തിൽ നിന്ന് മരിക്കുന്നതിനെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ അതിൽ 28 വാക്യങ്ങളേ ഉള്ളൂ. ചെറിയ അധ്യായമാണ് 7-ാം അധ്യായം എന്ന് പറയുന്നത് ആ റോമർക്ക് ലേഖനത്തിൽ. അതിൽ 40 പ്രാവശ്യമാണ് ഐ, മീ, മൈ, അല്ലേ? ഞാൻ, എൻ്റെ എന്ന് പറഞ്ഞ് മനുഷ്യവർഗം ഇരിക്കുന്നത്. വിറ്റാമിൻ ഗുളിക കഴിച്ച് സ്ട്രോങ് ആയിരിക്കുക. നമ്മൾ തൊട്ടാലുണ്ടല്ല, ഞാൻ കാണിച്ചു കൊടുക്കാം, അല്ലേ? അത്ര പവറാ മനുഷ്യൻ്റെ സോൾ എന്ന് പറയുന്നത്. വിട്ടുപോകുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ വ്യാജമായ അടയാളങ്ങൾ, അത്ഭുതം കാണാൻ ജനങ്ങൾ ഓടുകയാണ്. കാരണം ദൈവം അവരെ കൈവിട്ട് കേസ. ഇന്ന് അനേകരെയും ദൈവം കൈവിട്ട കേസ. ഞാനല്ല പറയുന്നത്, ദൈവവചനം പറയുക. ദൈവം അവിടെ വാക്യം പറയുക, അവർ രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായിൽ തന്നെ അങ്ങനെ ഭവിക്കും. എങ്ങനെ ഭവിക്കും? ഈ വ്യാജമായ അത്ഭുതങ്ങളും അടയാളത്തിനെ പുറകെ പോയി മറിഞ്ഞും കെട്ടി വീണ് ചിരിപ്പിച്ച്, അല്ലേ? ആണോ ഇല്ലയോ? യെസ്. ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അങ്ങനെ സംഭവിക്കും. കാരണം അവർക്ക് സത്യത്തെ സ്നേഹിക്കുവാൻ അവർക്ക് മനസ്സില്ല. എന്താ സത്യം? അമ്മയുടെ സത്യം എന്ന് പറഞ്ഞാൽ അസത്യമല്ലേ ഞാൻ പറയുന്നത്, അല്ലേ? ഒരു സത്യം ഒന്നേ ഉള്ളൂ, ക്രിസ്തു, അല്ലെങ്കിൽ വചനം, അല്ലെങ്കിൽ യഹോവ പറഞ്ഞ വാക്കുകൾ. അത്രയേ ഉള്ളൂ, അല്ലേ? ആ സത്യത്തെ എന്തിനാ ഈ മന്ന നമുക്ക് തരുന്നതെന്ന്? നമ്മുടെ സോളിന് വഴികാട്ടാൻ വേണ്ടിയാ, നിത്യത്തിലേക്ക് നമ്മുടെ പ്രയാണം നേരെയാക്കാൻ വേണ്ടിയാ, സ്മൂത്താക്കാൻ വേണ്ടിയാ, നമ്മുടെ അകത്ത് പ്രത്യാശ നിറയാൻ വേണ്ടിയാ ഈ മന്ന ദൈവം കൊടുക്കുന്നത്. പക്ഷേ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, അതുകൊണ്ടാണ് ഇന്ന് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചിട്ട് കാര്യമില്ല. നമ്മളവിടെ എത്തിയിട്ടില്ല. വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. വിശ്വാസം രക്ഷിക്കപ്പെട്ടവരെ നമ്മളെല്ലാവരും, അങ്ങനെയല്ലേ? പക്ഷെ വിശ്വാസം നഷ്ടമായാലോ? ഈ ജീവിതയാത്രയിൽ വിശ്വാസം പോയാലോ? രക്ഷ എവിടെ പോയി?
രക്ഷിക്കപ്പെട്ട രക്ഷ പൂർണ്ണമാണ്. നമ്മളൊക്കെ ഇനി എന്ത് തെമ്മാടത്തരം കാണിച്ചാലും കുഴപ്പമില്ല, നമ്മളൊക്കെ പോകുമെന്ന് വിശ്വസിക്കുന്ന, എന്താ പറയുക, ഒരു വല്ലാത്ത അറിവില്ലാത്ത ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടത്, അതിനെക്കുറിച്ച് ആഴമായ ക്ലാസ് വരെ പിന്നീട്. നാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലല്ലോ, വെറും വിശ്വാസത്താൽ മാത്രമാണ്. ആ വിശ്വാസമാണ് ഒരായുസ് മുഴുവൻ ഞാൻ നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം വരുമ്പോഴും അവിടെ തെളിയിക്കണം, നന്മകൾ വരുമ്പോഴും ദൈവം ആ വിശ്വാസം തെളിയിക്കണം. എപ്പോ വരെ? വിശ്വാസം എടുക്കുന്നത് വരെ. ഹല്ലേലൂയ. അപ്പോൾ ഒരായുസ് കൊണ്ടാണ് ഈ രക്ഷയെ പൂർണ്ണമാക്കി എടുക്കുന്നത്. അല്പമായി പിന്നീട് എടുക്കും നമ്മൾ അതിനെക്കുറിച്ച് ആഴമായിട്ട്, അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ ആഴമായി പഠിക്കും അതിനെക്കുറിച്ച്, അല്ലേ? എന്നോട് ഉണ്ടല്ലോ എല്ലാവരും. അപ്പൊ എന്തുവാകട്ടെ, അവർ ഈ പറഞ്ഞ കൂട്ടരല്ലേ, അത്ഭുതം, വ്യാജമായ അത്ഭുതം കാണാൻ ഓടുന്നവർ, അവർ രക്ഷിക്കപ്പെടുവാന്നൊക്കെ വേണം. അപ്പൊ രക്ഷിക്കപ്പെട്ടവരല്ലേ അവര്? രക്ഷിക്കപ്പെട്ടവരാ. പക്ഷേ അവരെ പൂർണ്ണമായി, അതിനെക്കുറിച്ച് അല്പമായി പിന്നീട് എടുക്കും, പൂർണ്ണമായിട്ട് ആ രക്ഷയിലേക്ക് കടക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ആത്മാവ് മാത്രം പോരാ, ദേഹവും. റോമർക്കിലെ 8-ാം അധ്യായം 22-ാം വാക്യം താഴേക്ക് പഠിക്കുമ്പോൾ നോക്കിയേ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം വരെ. അപ്പൊ എപ്പോഴാ പൂർണ്ണമാകുന്നത്? ഇത് വെളിപ്പെടുന്ന സമയം വരെ, അല്ലേ? ഇത് മാറുന്ന സമയം വരെ, അല്ലെങ്കിൽ ഇത് രൂപാന്തരപ്പെട്ട് മറ്റൊരു ശരീരത്തിലേക്ക് കടക്കുന്നത് വരെ ഈ പറഞ്ഞതൊക്കെ നമുക്കുണ്ട്. ഈ അപ്പോഴെ രക്ഷ പൂർണ്ണമാകും. അതുകൊണ്ട് രക്ഷിക്കപ്പെടാൻ ഒക്കെ വേണം സത്യത്തെ സ്നേഹിച്ച്, സത്യമെന്താ കർത്തവചനം, അല്ലേ? സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അവർക്ക് അങ്ങനെ ഭവിക്കും. എന്നിട്ട് പറയുക, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ വിശ്വസിക്കുന്നത് ഏവർക്ക്. ഏതാ അനീതി? ഇവിടുത്തെ അനീതി എന്താ? ഇവിടുത്തെ അനീതി എന്ത് സാധനമാ? തൊട്ടുമുകളിൽ എന്താ വായിച്ചത്? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ആർക്കാ? നശിച്ചു പോകുന്നവർക്കല്ലേ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അവർക്ക് മുഴുവനും ഈ മിശ്രമകത്ത് കിടക്കുക, ചുറ്റുള്ളി വെളുത്തുള്ളി. എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അറിയാം, വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ മുഴുവനും പ്ലാനിങ് മുഴുവനും ബിസിനസ് പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മുടെ മോഹങ്ങളല്ലേ. എന്നെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, എക്സാമ്പിൾ പറയാ, നമ്മളെ ഒരാളെ വിളിക്കുമ്പോൾ കർത്താവിൻ്റെ ഹിതം, ഇവൻ വല്ല എന്താ പറയുക, ഗുഗാണ്ടയിലോ അല്ലേ അനകറാമുക്ക് എന്നൊക്കെ പറയുന്ന പറയില്ലേ, ആരും മുഖത്ത് സ്ഥലത്തിൽ പോയി നീ മിനിസ്ട്രി ചെയ്യണമെന്നാ ദൈവഹിതമെങ്കിൽ നമ്മളിവിടെ എന്താ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോൾഗേറ്റ് കമ്പനിക്കാരെ പോലെ ഒരു പ്രൊഡക്റ്റ് കർത്താവ് എനിക്ക് തരും, അത് ഞാൻ ലോകം മുഴുവൻ വിൽക്കും, അതിൽ 90% കർത്താവിൻ്റെ വിലക്ക്, 10% എനിക്ക്. അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞതാ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? കോൾഗേറ്റ് കമ്പനിക്കാര് 100% വരുമാനം ലാഭം കിട്ടിയാൽ 90% കർത്താവിന് വില കൊടുക്കും, 10% അവരെടുക്കത്തുള്ളൂ. അതുപോലെ ആകണം. എന്തു ആകട്ടെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ സത്യത്തെ സ്നേഹിച്ച്, അല്ലേ, സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ഉണ്ടല്ലേ. ന്യായവിധി ഉണ്ട്, ശിക്ഷാവിധി നമുക്കുണ്ട്. കുറുന്തോസ് ലേഖനം 12-ാം അധ്യായം 30-ാമത്തെ വാക്കില്ലേ, ജാതികളുടെ ശിക്ഷാവിധി അകപ്പെടാതിരിപ്പാൻ നാം നമ്മെ തന്നെ വിധിക്കണം. എന്തു വെച്ചിട്ട്? സത്യത്തെ വെച്ചുകൊണ്ട്. സത്യം എന്താ? വചനത്തെ. എന്തുകൂടെ വചനം പഠിക്കുന്നത്? ഇത് നമ്മളെ തന്നെ വിധിക്കാൻ വേണ്ടിയാ. എൻ്റെ അകത്ത് സത്യത്തിന് വിപരീതമായി എൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇതറിയാൻ വേണ്ടിയാ. ഇത് അറിഞ്ഞിട്ട് ഞാൻ എന്നെ വിധിക്കുക. ഇത് വിട്ട് മാറിയ മതിയാവില്ലേ, ഇത് കർത്താവിന് ഇഷ്ടമല്ല എന്ന് പറയും, ഞാൻ എന്നെ വിധിച്ച് വഴി നേരെയാക്കിയ അപ്പോഴാണ് പരിശുദ്ധന്മാരുടെ കരം പിടിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിനെ സൗഖ്യമാക്കും, അകത്ത് മുഴുവൻ മോഹം കിടക്കുക, അല്ലേ? വചനം കേൾക്കുന്നത് ഇത് ദൈവഹിതമാണോ അല്ലയോ, അല്ലെന്ന് മനസ്സിലായി, കർത്താവേ ഇതേ തെറ്റാ, ഞാൻ വിടുന്നു. പക്ഷെ നമ്മുടെ അകത്ത് മുഴുവൻ അതിൻ്റെ ശക്തി കിടക്കുക. അതിന് നമ്മളെ സഹായിപ്പാൻ ഒരു കാര്യം നമ്മുടെ കൂടെ ഉണ്ട്. അവൻ്റെ കരം പിടിച്ച് നമ്മൾ അത് ജയിച്ച് മുന്നോട്ട് പോകുകയാണ്. അവിടെ മുഴുവൻ എൻ്റെ വിൽ പവർ ഞാൻ അടിയോറെ പറഞ്ഞ് കർത്താവിനെ കരം പിടിച്ച് നടക്കാൻ തുടങ്ങുകയാണ്. അവിടെയെല്ലാം മനസ്സിലായ സ്തോത്രം ഞാൻ വിടുന്നു. അപ്പോൾ അതുകൊണ്ട് പറയുക, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ വിശ്വസിക്കുന്നവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അഴക്കുന്നു. അതായി ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ശതമാനവും സാധനം ഇതാ. നമ്മൾ ഇതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാ, ഞാൻ വിട്ടുപോകുകയാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ യൂട്യൂബ് നമ്മളെ കിടക്കുന്നുണ്ട്, കേട്ടാൽ മതി. നമ്മൾ ആ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവം ബോഷ്ക്ക് അപ്പൊ ഇങ്ങനെ ഈ അത്ഭുതം കാണാൻ ഇന്ന് ഓടി നടക്കുന്നവർ രസമാറുമാറ് അല്ലെങ്കിൽ വീണ് ചിരിക്കുക, കുരക്കുക, അങ്ങനെ വീണ് കിടന്ന് ഉരുളുക, വീഴാൻ വേണ്ടി പോകുന്ന ആൾക്കാരെ എനിക്കറിയാം.
പാസ്റ്റ് കൈവെക്കുമ്പോൾ ഞാൻ വീഴാൻ വേണ്ടി തൊടണ്ട, അതിനു മുമ്പേ വീണ് കളയും, അതിനു മുമ്പേ വീണ് കളയും. എനിക്ക് ഇഷ്ടം പോലെ അറിയാം. വീഴുന്നത് സുഖമാണ്, ഒരു രോമാഞ്ചം, അത്രയേ ഉള്ളൂ. സത്യത്തെ വിശ്വസിക്കാതെ അനീതി വിശ്വസിക്കാതെ ഏവർക്കും ന്യായവിധി. എന്നിട്ട് പറയാ, ദൈവം അവർക്ക് ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി ദൈവം തന്നെ വിട്ടിരിക്കുക. ഏതൊക്കെ നമ്മൾ വിചാരിക്കും സാത്താനാഴ്ചയാണെന്ന്. ഇതെല്ലാം ആര് വിട്ടെന്നറിയാമോ? ദൈവം തന്നെ നമ്മുടെ ഇടയിലേക്ക് അഴച്ചതാ. എന്തിനായിരിക്കും? പറ, നിങ്ങൾ പറ, എന്തിനായിരിക്കും ദൈവം തന്നെ ഈ വ്യാജത്തിന്റെ ആത്മാവിനെ അഴച്ചിരിക്കുന്നത്? തൊടുമ്പോൾ മറിഞ്ഞു കെട്ടി വീഴുക, അല്ലേ, ചിരിപ്പിക്കുക, കുരപ്പിക്കുക, അല്ലേ, എന്തൊക്കെയാ ഇഷ്ടംപോലെ ഉണ്ട്. അത് പറയുമ്പോൾ ഞാൻ വേറെ ക്ലാസ്സിലേക്ക് പോകേണ്ടി വരും. അത് മത്തായി 23 അധ്യായത്തെക്കുറിച്ച് ആഴമായി ക്ലാസ് എടുക്കുമ്പോൾ അന്ന് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. മത്തായി 23 അധ്യായത്തിൽ. ഹല്ലേലൂയ. എന്തിനായിരിക്കും ദൈവം ഈ രക്ഷിക്കപ്പെട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇതുപോലത്തെ ഈ ബോഷ്കിന്റെ വ്യാപാര ശക്തി ദൈവം അഴച്ചതിന് വേണ്ടിയായിരിക്കും. നമ്മുടെ മോഹം എവിടെ കിടക്കെന്നറിയാൻ വേണ്ടിയാ, നമ്മുടെ ഹൃദയം എവിടെ കിടക്കെന്നറിയാൻ വേണ്ടിയാ. ഇപ്പോഴും ആ മിസ്രൈമില് അതിനു വേണ്ടി ഓടി നടക്കുക. പണ്ട് ഇല്ലേ, പണ്ട് നമ്മൾ കണിയാന്മാരെ കാണാൻ പോകും. കണിയാന്നല്ലേ പറയാ, കുരിശ് അല്ലെ, ഇങ്ങനെ വെച്ച് നോക്കുന്ന ആൾക്കാരുടെ പോയി. എന്താണെന്നറിയാമോ? ഭാവിയെക്കുറിച്ച് അറിയുവാനും നമ്മുടെ ഭാവി കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത്. അതാ പറഞ്ഞത്, നമ്മുടെ മോഹങ്ങളുമായിട്ട് എവിടെ നമ്മളെ പലപ്പോഴും ഇറങ്ങി വന്നിരിക്കുന്നത്. പക്ഷെ കർത്താവിന് എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ആഗ്രഹം നമുക്കറിയില്ല. ഒരു പക്ഷേ ഇല്ല, നാളെ നീ വേറെ എവിടെ ഉഗാണ്ടേ ഏതെങ്കിലും സ്ഥലം അല്ലേ എവിടെയെങ്കിലും പോയിട്ട് നീ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിന് ഹിതമാതാ. നമ്മുടെ മോഹങ്ങളാണ് പലപ്പോഴും നമ്മുടെ മോഹങ്ങളുമായിട്ട് നമ്മൾ കയറി വന്നിരിക്കുന്നത്. പിന്നെ ഈ കർമ്മരസമാറുമായ സാധനം കേൾക്കുമ്പോണ്ടല്ലോ നമ്മൾക്ക് ഇത്തിരി കൂടി പവർ കൂടും, ശക്തി കേട്ടില്ലേ? നമ്മൾ ഈ ലോകത്ത് വലിയവനാവാൻ കർത്താവ് വിളിച്ചു. രാജാവിൻ്റെ മക്കളാണ് നമ്മൾ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ രാജാവിൻ്റെ കൂടെ, ഏത് രാജാവാ? വേറൊരു രാജാവിൻ്റെ കൂടെ നമ്മളങ്ങ് പൊയ്ക്കളയും. ഞാൻ പറഞ്ഞത്, ദൈവം തന്നെയാണ് ഈ ബോഷ്കിൻ്റെ ആത്മാവിന് നമ്മുടെ ഇടയിലേക്ക് അടച്ചത്. വേറെ മറ്റൊന്നും വേണ്ടല്ല. നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ആ മോഹം കിടക്കുന്നുണ്ട്. മിസ്രൈമിലെ അല്ലേ, ധനമോഹം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ എല്ലാവരും അകത്ത് ഇത്തിരി നല്ലോണം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പിന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക നമുക്ക്. ഇതൊക്കെ എല്ലാം അത് ജഡത്തിലെ പ്രവൃത്തിയാകട്ടെ, ലോകത്തിലെ മോഹങ്ങളാവട്ടെ, എന്താ ശ്രീവിഷയം, ഏത് വിഷയം എന്താണെങ്കിലും ഇതെല്ലാം നമ്മുടെ അകത്ത് കിടക്കുക. ഇതിനൊക്കെ തുളിയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ വിട്ടു പോകുക. അപ്പം അതുകൊണ്ട് ഇന്ന് ലോകത്ത് കാണുന്ന നല്ലൊരു ശതമാനം ഈ മറ്റൊരു ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ദൈവം തന്നെ അയച്ചതാണ്. അത് വേറെ ഒന്നുമല്ല, പണ്ട് പഠിച്ചിട്ടുണ്ട്, ആഴമായി പഠിച്ചതാണ്. വിട്ടുപോകുക നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. ന്യൂ ലൈഫിൽ നിന്നല്ല, ഞാൻ പറഞ്ഞ ആത്മീയ കോളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അല്ലേ. രക്ഷിക്കപ്പെട്ട നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാ ഈ പറഞ്ഞ കൂട്ടരൊക്കെ പൊങ്ങി വരുന്നത്. ഈ പറഞ്ഞ ദൈവദാസന്മാരെന്ന് പറയുന്നവരൊക്കെ ദൈവം തന്നെ പൊക്കി വിട്ടിരിക്കുക. കാരണം അവരെ ഹൃദയം മുഴുവൻ മിസ്രൈം കിടക്കുക. അവർക്ക് അതാ മതി, അവരെ തന്നെ പ്രസംഗിക്കുവാനും. കാരണം സത്യത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ മനസ്സില്ലാതെ അത്ഭുതത്തിലെ പുറകെ പോകുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ പുറകോട്ട് വീണ് നശിച്ചു പോകത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സാവുന്നുണ്ടോ? ഇത്തിരി കട്ടിയാവുന്നുണ്ട് എൻ്റെ വാക്ക്. എന്താ പറയാ അല്ലേ, കട്ടിയാണ് എൻ്റെ വാക്ക്. സത്യമാ സഹോദരങ്ങളെ. ഹലോ, ഇത് കട്ടി കൂടിപ്പോയോ? കട്ടി കൂട്ടി വേറെ വഴിയില്ലത്. ഈ പറഞ്ഞ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതെ ഈ അത്ഭുതവും അടയാളത്തിലെ പുറകെ പോയാൽ നാളെ ഇത് തന്നെ അവർക്കും ഭവിക്കും. ഈ ലോകം എത്രയോ ലക്ഷക്കണക്കിന് ജനമാണെന്നറിയാമോ വഞ്ചിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് കിടക്കുന്നത്. നിങ്ങളെടുത്ത് ലേഖനം എടുത്ത് എല്ലാ ലേഖനം വായിക്കുമ്പോൾ നിങ്ങൾ പെൻസിലും ഒക്കെ എഴുതിയിട്ടിരുന്നോ? എന്നിട്ട് പറയാ, ഞാനിത് നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു, ഈ വാക്ക് ഞാൻ നിങ്ങൾക്ക് അല്ലേ ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നു. ഈ ഒരു വാക്കുകൾ നിങ്ങൾ അണ്ടർലൈൻ എടുത്ത ഇഷ്ടം പോലെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഈ പുട്ടിൻ്റെ ഇടയിൽ എടുക്കുന്ന പീരിടുന്ന പോലെ കർത്താവ് പറയുന്നത് നമ്മൾ വഞ്ചിക്കപ്പെടാൻ ഇടയുണ്ട്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ഹൃദയം മുഴുവൻ പേരും പെരുമയാ. എൻ്റെ കയ്യിൽ ഒരു അത്ഭുതം നടക്കുമ്പോൾ നമുക്ക് പേര് കിട്ടും. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ അകത്തെ മോഹങ്ങളാ. ഇതൊക്കെ തന്നെ എവിടെ? അതുകൊണ്ടാ ദൈവം അവർക്ക് ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യയത്തിൻ്റെ വ്യാപാര ശക്തി അടച്ചിരിക്കുന്നത്. ഒറ്റ വാക്യമുള്ളൂ, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുവാൻ. അതാ ഈ മന്ന ദൈവം നമുക്ക് തരുന്നത്. മന്നയോട് പ്രിയം എന്ന് പറഞ്ഞ വാക്ക് നല്ല വാക്കല്ലേ? മന്നയോടുള്ള പ്രിയമാണ് നമ്മളെ യഥാർത്ഥമായ കനാൻ ദേശം എത്തിക്കുന്നത്. കാരണം ആ മന്നയ്ക്ക് മാത്രമേ എന്നെയും നിങ്ങളെയും വഴികാട്ടുവാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ വേറെ വഴി കൂടി നമ്മൾ പോയി കളയും അല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാം. കർത്താവ് പറഞ്ഞ വാക്ക് എത്ര സത്യം എന്ന് അറിയാമോ? എൻ്റെ പേരെടുത്തുകൊണ്ട് 1-2 പേരല്ല, സൈദ് കണ്ണൂരെ പോലെയൊക്കെ 1-2 പേരല്ലേ പറയുന്നത്. അനേകർ വരും, അനേകർ.
നമ്മുടെ കണ്ണ്, ആ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് സത്യമായി കാണാൻ കഴിയും. ഏത് കണ്ണാണെന്നറിയാമോ? ഏത് കണ്ണടയാ? സത്യം എന്ന കണ്ണട വെച്ച് നോക്കിയാൽ അനേക വ്യാജങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കണ്ണ് മഞ്ഞാണെങ്കിൽ എല്ലാം മൊത്തത്തിൽ മഞ്ഞായിട്ട് തോന്നും, അല്ലേ? കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതുകൊണ്ട് ഞാൻ വിട്ടുപോകുകയാണ്. ഈ ലോകത്തിൻ്റെ സമൃദ്ധിയുടെ സുവിശേഷം, ദൈവജനത്തിന് മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച്. ആ ഹെഡ്, അത്രയും വലിയ നീണ്ട ഹെഡിങ്ങാണ് നമ്മുടെ ആ ക്ലാസ്സിനുള്ളത്. വേണമെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാം. വിട്ടുപോകുക. അവർ കർണരസമാറുമാകുള്ള കാര്യങ്ങളുടെ പുറകെ പോകാതെ സത്യത്തിൻ്റെ പുറകെ പോയിട്ട് നമ്മുടെ ഹൃദയം എവിടെ ഉറപ്പിക്കണം? ദർശനം എവിടെയാ? നിത്യത. അതിനാവശ്യമായതെല്ലാം നമ്മൾ ഇപ്പോഴേ പ്രാപിച്ചോളാം. എപ്പോഴാ? ഇപ്പോൾ. എൻ്റെ നിത്യതയിൽ എത്തിച്ചേരുവാൻ എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ അന്വേഷിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്നത്. അല്ലാതെ ലോകം പിടിച്ചു പറിക്കാൻ, തട്ടിപ്പറിക്കാൻ വേണ്ടിയല്ല, അവിടെ കൂടെ നിൽക്കാൻ വേണ്ടിയല്ല നമ്മൾ വിളിച്ചത്. നമ്മുടെ യേശുവിനെ പോലെയായി മാറാൻ വേണ്ടിയാണ്. കാരണം അങ്ങനെയുള്ളവർ മാത്രമേ നിത്യത പ്രതീക്ഷയിൽ പോകത്തുള്ളൂ. അതുകൊണ്ട് ദത്തെടുത്ത് പുത്രനാക്കുന്നുവെന്ന വാക്ക് എഫെസ്യ ലേഖനത്തിൽ വാക്കുണ്ട്. ഞാൻ നിങ്ങളെ എന്താ പറയുക? ദത്തെടുത്ത് പുത്രനാക്കുന്നു. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? എവിടെയാ? നിങ്ങൾ ദത്തെടുത്ത് വാക്കില്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കർത്താവ് നമ്മെ ദത്തെടുത്തിരിക്കുക. ആ വാക്കിന് അർത്ഥം അത്ര ക്ലിയറായ വാക്യല്ല, ഇതല്ല, പക്ഷേ നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ ആ വാക്യക്ക് വളരെ വലിയ വാക്യമാണ്. ദത്തെടുത്ത് നമ്മളെ യേശുവിനെ പോലെ ആക്കി മാറ്റി കൊണ്ടുപോകുക നമ്മൾ ചെയ്യുന്നത്. ഞാൻ വിട്ടുപോകുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. പ്രവാചകൻ, പഴയ നിയമത്തിലെ ഈ മക്കളെ പ്രവാചകന്മാർ മുഴുവനും വന്ന് പറഞ്ഞത് മുഴുവനും ഈ ലോകത്തെക്കുറിച്ചാണ്. ബിലിയാമിനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ നമുക്ക് എല്ലാം അറിയാം, പലതും നമുക്കറിയാം. പ്രവാചകന്മാർ വന്ന് കൊടുത്ത മന്ന മുഴുവനും ഈ ലോകത്തിലെ മന്നകളാണ്. അതുകൊണ്ട് രാജാക്കന്മാരൊക്കെ അതിൻ്റെ പുറകെ പോകുന്നത്. എനിക്ക് ആ പ്രവാചകനാണ്, അവൻ എനിക്ക് എപ്പോഴും വിരോധമായി സംസാരിക്കത്തുള്ളൂ. സത്യത്തിൽ അവൻ സത്യം പറഞ്ഞതാ. അത് വേണ്ടിയില്ല നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വാക്യങ്ങളൊക്കെ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ യുദ്ധത്തിനും മറ്റെന്തെങ്കിലും പോകുമ്പോൾ പറയാറുണ്ട്, ഇന്ന പ്രവാചകനെ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഷൗമേൽ പ്രവാചകനെ വിളിക്കാം. അവനെ വിളിച്ചിട്ട് കാര്യമില്ല. അവൻ എന്നെ ഇപ്പോൾ വന്നാൽ എനിക്ക് വിരോധമായിട്ടല്ലാതെ അവൻ വാ തുറക്കത്തില്ല, അല്ലേ? ആ വാക്യം കഴിഞ്ഞില്ലേ? പിന്നെ മറ്റുള്ളവരെ വിളിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഹൃദയത്തെ ഒത്തവണ്ണം നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അതിന് ഒത്തവണ്ണം പറയുമ്പോൾ അവൻ നല്ല പ്രവാചകനായി മാറുക. കാരണം സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ എഴുതി അവൻ വായിച്ചത്. ഞാൻ പണ്ടിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഞാൻ ന്യൂ ലൈഫിൽ കിട്ടിയ ശേഷം കുറച്ചാളിങ്ങനെ നടന്നേച്ചു. അറിയപ്പെടുന്ന വലിയൊരു പ്രവാചകനാ. 10,000 പേര് കൂടുന്ന സഭയുടെ നേതാവിൻ്റെ ശിഷ്യനായിരുന്നു. ഞാൻ ദേവിയും ഒരു സൺഡേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളന്ന് ന്യൂ ലൈഫിൻ്റെ ഒരു പ്രവർത്തനം അരൂരുണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴല്ല. അരൂർ പാലത്തിനടിയിൽ ഒരു വീട്ടിലുണ്ടായിരുന്നു. നേതാവായിരുന്നു. പുള്ളിയുടെ പേരൊക്കെ മറന്നുപോയി, ഓർമ്മയില്ല, പോയി. അദ്ദേഹത്തിന് അവിടെ ഞങ്ങൾ ആലപ്പുഴയുടെ സഭയുടെ കെയർ ഓഫിൽ ഞങ്ങളവിടെ ആരംഭിച്ചത്. അന്ന് അവിടെ വെച്ച്, നിനക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവിടെ വെച്ച് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഞങ്ങളതിനെ കാണുമായിരുന്നു. നല്ല ഫ്രണ്ട്സായിരുന്നു. ഒരു ദിവസം ഞാൻ ദേവിയും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അത് പ്രയറൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ടായത് പുള്ളി. ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് പുള്ളി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടൊരു വലിയ കാര്യം, കാരണം വിശ്വാസത്തിലേക്ക് വന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലിരിക്കുക, നല്ല ഇപ്പം എന്ന് കേൾക്കുമെന്നൊക്കെ വിചാരിച്ച് കറക്റ്റായിട്ട് പുള്ളി ദൂതുകൾ പറയാൻ തുടങ്ങി. ഡില്ലേ സഹോദര, താങ്കൾ നിങ്ങളുടെ പഴയ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് പുതിയ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അന്ന് ഓണം വരാൻ പോവുക. ആ സമയത്ത് ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്ന സമയം എന്ന് പറയില്ലേ, ഇത് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്ന സമയമാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുക, ഈ വർഷം എല്ലാം കൊടുത്തിട്ടൊക്കെ പുതിയത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ദേവി കൂടെ സംസാരിച്ച് വെച്ചിരിക്കുക. ആ സമയത്താണ് ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നത്. ഒന്നും വിചാരിച്ചേക്കരുത്, പഴയ കഥയൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ മനസ്സിരിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ വിളിച്ചു പറഞ്ഞാൽ മുഴുവൻ അതാ. പിന്നെ അടുത്ത പുള്ളി ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇസ്രായേൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കൊതിയായിരുന്നു സത്യം പറഞ്ഞത്. ഈ കർത്താവ് നടന്ന വഴിയിൽ കൂടെയൊക്കെ ഞങ്ങൾക്ക് കാൽപാദങ്ങൾ വെച്ച് നടക്കണമെന്നൊക്കെ ഭയങ്കര കൊതിയായിരുന്നു. കൊതി എന്ന് വെച്ചാൽ അങ്ങേറ്റം കൊതിയായിരുന്നു. ഉദയം പറഞ്ഞ്, നിങ്ങൾ പോകാൻ പോകും, ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നു. വർഷങ്ങളുടെ പഴക്കമുണ്ട്, 10-15 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. പുള്ളി അന്ന് അത് പറഞ്ഞു. ഞങ്ങൾ കയ്യിലുള്ള മുഴുവൻ പൈസയും പുള്ളിക്ക് കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇന്ന് വരെ ഞാൻ ഇസ്രായേലിൽ പോയിട്ടുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്താ അവൻ സംഭവിച്ചെന്നറിയാം. നമുക്കറിയില്ല. നമ്മളൊക്കെ ശിശുവാ, ബാല്യകാലങ്ങളാണ് ഞങ്ങളുടെയൊക്കെ അത്, കർത്താവിലെ ബാല്യകാലങ്ങൾ. എൻ്റെ മനസ്സിൻ്റെ മോഹങ്ങളൊക്കെ പുള്ളിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിൽ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, മനസ്സിൻ്റെ മോഹങ്ങളൊക്കെ മറ്റൊരു ആത്മാവിനെ കൊണ്ട് വായിക്കാൻ പറ്റിയവർക്ക്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? ഹൃദയത്തിലുള്ളതല്ല ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ, വാക്കുകൾ ശ്രദ്ധിക്കുക. മനസ്സിലുള്ളത്
വായിക്കാൻ പറ്റി. കറക്റ്റായിട്ട് പറഞ്ഞില്ലേ? വല്ലതും സംഭവിച്ചോ? ഇതുവരെ സംഭവിച്ചിട്ടുമില്ല. ഇഷ്ടം പോലെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. എന്തുമാകട്ടെ, ഇതുപോലെ തന്നെയാ ഒട്ടനവധി പിന്നീട് പുള്ളി ക്യാൻസർ വന്ന് പുള്ളി മരിച്ചു പോയി. ഒരുപാട് വലിയ മനുഷ്യനൊക്കെ ആയിരുന്നു, പക്ഷെ മരിച്ചുപോയി. നമുക്ക് എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ കള്ളപ്രവാചകന്മാർ അനേകർ വന്ന് കൊടുക്കുന്ന മുഴുവനും ഈ ലോകമാണ്, കർണരസമാറുമാകുള്ള കാര്യങ്ങളാണ്. പഴയ നിയമത്തിൽ ഈ ശമൂവേൽ പ്രവാചകനെ പോലത്തെ ആൾക്കാരൊക്കെ വന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ പ്രീം പ്ലാൻ ചെയ്തിരിക്കും ഇങ്ങനെ പോയിട്ടൊക്കെ വേണം, പക്ഷേ ആ നല്ല പ്രവാചകൻ വന്ന് പറയുന്നത് വേറെ ടൈപ്പാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സ് വായിക്കുന്ന പ്രവാചകന്മാർ വേറെയുണ്ട്, ബാലിന്റെ പ്രവാചകന്മാർ. അവർ കറക്റ്റ് പറയും എൻ്റെ അകത്തുള്ളതൊക്കെ. അകത്ത് വെച്ചാൽ മനസ്സിലുള്ളതൊക്കെ. ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? മനസ്സിലുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കളയും. അപ്പം എന്തുമാകട്ടെ, അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, നല്ല സത്യത്തെ സത്യം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് നമ്മെ നിത്യതയ്ക്ക് കൊണ്ടുപോകുന്ന വചനമല്ലാതെ മറ്റ് എന്തും നമുക്ക് അതിൻ്റെ പുറകെ പോകുവാനായിട്ട് പാടില്ല. എന്തോരം പ്രവചനം കേട്ടതാ, വെള്ളം നടന്നിട്ടുണ്ട് ഇതുവരെ. ഡില്ലേ, നീ പല ഭാഷകളിൽ സംസാരിക്കും, എനിക്കിന്ന് മലയാളം പോലും നേരെ പറയാറിയാൻ പാടില്ല. വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാ. അന്ന് കേൾക്കുമ്പോൾ കൊതിയാണല്ലോ, കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കും. നമുക്ക് ഹിന്ദിക്കാരുടെ വർക്ക് ചെയ്യും, ഹിന്ദിക്കാർ ഈ നേവിക്കാരുടെ വലിയ ആൾക്കാരാണ് നേവിക്കാർ വലിയ. ഇന്ന് വരെ ഞാൻ ഒരു നേവിനെ പോലും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്ന എത്രയോ വർഷങ്ങൾക്ക് പ്രവചനങ്ങളാണ്. കറക്കും ഒരുപാട്, നമ്മളിട്ട് കറക്കും എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ കറക്കി കയറി ഇപ്പം ശരിക്കും കറങ്ങണമുണ്ട് ഒരുപാട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചുമ്മാ മനസ്സിൻ്റെ മോഹങ്ങളെയൊക്കെ നമുക്ക് അകത്തൊക്കെ ഇത്രയൊക്കെ ഉണ്ടാവും, നമ്മുടെയൊക്കെ പൊക്കി വിടുകയാ. കാരണം നമ്മുടെ അകം നമ്മുടെ ഒക്യുപ്പൈഡ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക നമ്മൾ ചില കാര്യങ്ങളൊക്കെ. അതൊക്കെ മനസ്സ് വായിക്കുന്ന ദുരാത്മാക്കളാൽ അല്ലെങ്കിൽ ഇതേപോലത്തെ വ്യാജാത്മാക്കളാൽ മനസ്സ് വായിച്ച് നമ്മൾ പറഞ്ഞു കളയും. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ് അതൊക്കെ. നമ്മുടെ മോഹങ്ങൾ അതൊക്കെ പ്രശ്നം. ദൈവം അവരെ പൊക്കി വിട്ടിരിക്കുക. അവർ ലോകത്തിന്റെ മക്കളാ, ലോകത്തിൽ പെട്ടുപോയി. ഈ ദേമാസിനെ പോലെ ആ നല്ലവൻ മറ്റു മോഹങ്ങളുമായി കയറി വന്നിരിക്കുക. അവർ ദൈവം അവരെ യൂസ് ചെയ്യുക മറ്റൊരാത്മാവിനാൽ. ഓക്കെ, ഞാൻ ഇനി പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇത്രയും പറഞ്ഞ മനസ്സായ ഇനി ഇത്തിരി ദഹിക്കത്തില്ല ഇനി വേണമെങ്കിൽ. കർത്താവ് വചനം പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി പഠിച്ചാൽ 14-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും. ഏത് വിശ്വാസമാ? ഏത് വിശ്വാസമാ? എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചു അല്ലേ, ഒരു ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ പറയാ. എന്ത് വിശ്വാസമാ? ഏറ്റു പറഞ്ഞ വിശ്വാസം. പിതാവായ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന വിശ്വാസം. എന്തിനാണ് വിശ്വസിച്ചത്? നീതിക്കായിട്ട്. പണ്ട് നാം നീതിക്കായി വിശ്വസിച്ചു. എന്താ? പിതാവായ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ നീതിക്കായി രക്ഷിക്കപ്പെട്ടു. എന്തിനു വേണ്ടി അത് വിശ്വസിച്ചത്? ഒരു ദിവസം ഞാൻ ഇന്ന് നാളെ തല്ലിക്കൊന്നല്ലേ വീണ് മരിച്ചു പോയാലും കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് എന്നെയും ഉയർപ്പിക്കാൻ തക്കവണ്ണം കഴിവുള്ള ആത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഏറ്റു പറഞ്ഞ് മരിക്കുന്നത്. അല്ലാതെ ആ ആത്മാവിനെ കൊണ്ട് ലോകത്തിൽ പലത് നേടാൻ വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞത്. എന്ന് മകനെ വിട്ടുപോകുന്നു. ഒറ്റ വാക്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ, ഒരുപാട് കാര്യമുണ്ട്. വിശ്വാസം നിലനിൽക്കണമെന്നും. അടുത്ത വാക്യം, അനേക കഷ്ടങ്ങളിൽ കൂടി. എങ്ങനെയാ? കഷ്ടം മാത്രമല്ല, അവിടെ ഒരു സാധനമില്ല. കായിൻ്റെ ഇപ്പുറത്ത് നായും കൂടി ഇട്ടോ. കായിൻ്റെ ഇപ്പുറത്ത് കായിന്ന് മാറ്റിയിട്ട് ഒരു നായും കൂടി ഇട്ട്. നഷ്ടങ്ങൾ ഇതൊക്കെ നമുക്ക് ഉള്ളതാ അല്ലേ? കഷ്ടങ്ങളും നഷ്ടങ്ങളും കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഇതൊന്നും നമ്മൾ അവിടെ എത്തിക്കത്തില്ലെന്ന് സഹോദരങ്ങളെ. ഈ ലോകത്തിൽ ഒരു അല്പം പേരും വരുമ്പോൾ ഉയരട്ടെ, നമ്മുടെ അകത്ത് സ്വയം ഇരുന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞില്ലേ, സങ്കീർത്തനക്കാരൻ പറഞ്ഞില്ലേ, ഞാൻ സമ്പന്നനായിട്ട് നീ തള്ളിപ്പറയാതിരിപ്പാൻ ഇതൊക്കെ വേണം. അടുത്തത്, ദരിദ്രനായിട്ട് അതിനിടയിൽ ആവശ്യത്തിന് അന്നെന്നുള്ളത് ആഹാരം നൽകി എന്നെ കൊണ്ടുപോയാൽ മതി. എങ്ങോടാ? നിത്യത്തിലേക്ക്. അപ്പം അതുകൊണ്ട് അനേക ഈ കഷ്ടങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടെന്ന് അറിയാം? എന്തിനു വേണ്ടിയാ? ഇതിൽ കടന്നുപോയാൽ മാത്രമേ എൻ്റെ അകത്തെ സാധനങ്ങൾ പൊങ്ങി വരത്തുള്ളൂ. ദേഷ്യമാകട്ടെ, മറ്റു മോഹങ്ങളാവട്ടെ, എല്ലാം ഇതിൽ കൂടി കടന്നു പോകുന്നില്ലെങ്കിൽ ഇത് നല്ലൊരു മരുന്നാ, ഏറ്റവും നല്ല മരുന്ന് എന്ന് ഞാൻ വിട്ടുപോകുന്നു. എന്നിട്ട് പറയാം, ദൈവരാതി കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട്. ഇത് പ്രബോധിപ്പിക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ? ഇത് പ്രബോധിപ്പിക്കാൻ കൊള്ളാമോ? പക്ഷെ വചനം പറയുന്നത് ഇത് പ്രബോധിപ്പിച്ചും കൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിക്കണം. ബ്രദറെ, അങ്ങനെയൊക്കെ പറഞ്ഞ അവർ നാളെ ചർച്ച വരില്ല ബ്രദറെ. കണ്ടില്ലേ?
രോഗികൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ അല്ലേ, കർത്താവ് നാളെ നിന്നെ സൗഖ്യമാക്കുക. ഇല്ലെങ്കിൽ പറയും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർ സഭയിലേക്ക് വരത്തില്ല, അവരുടെ വിശ്വാസമൊക്കെ ചോർന്നു മുഖത്തേ ഉള്ളൂ. സത്യം പറഞ്ഞ സിസ്റ്റർ പൊക്കോ, സിസ്റ്റർ അല്ലെങ്കിൽ ബർത്ത്ഡേ പൊക്കോ, നാളെ ഞങ്ങളും വരുന്നില്ല, നമുക്ക് അവിടെ വെച്ച് കാണാന്നൊക്കെ പറയാ അല്ലേ. സത്യത്തിൽ അതൊക്കെയാ പറയേണ്ടത്. ഈ ലോകത്ത് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. രോഗം വന്നാലും നഷ്ടം വന്നാലും ലാഭം വന്നാലും ഒക്കെ ദൈവം അറിഞ്ഞുകൊണ്ടാ. ദൈവഹിതം ഇതാണെങ്കിൽ നമ്മൾ വല്ല പിടിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, വിട്ടുകൊടുക്കുന്ന ബെസ്റ്റ്. നമ്മൾ വന്നേക്കാന്ന് പറഞ്ഞ് ഉറപ്പിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ച്. മറ്റേ കൊണ്ട് ഉറപ്പിച്ചാലുണ്ടല്ലോ, നാളെ വീണ്ടും ഒരു നഷ്ടം വന്നാൽ പതറിപ്പോകും. മക്കൾക്കൊരു പ്രശ്നം വന്നാൽ പതറിപ്പോകും, നമുക്ക് കുടുംബത്തിൽ പ്രശ്നം വന്നാൽ പതറിപ്പോകും, ജോലി നഷ്ടം വന്നാൽ പതറിപ്പോകും, നമ്മള് ബിസിനസ്സിലെ വീഴ്ച പറ്റിയ നമ്മൾ ത്വരിച്ചു പോകും, നമ്മള് പിറുപിറുത്തുകളയും. ഇതൊക്കെയാ ശിഷ്യന്മാരെയൊക്കെ മനസ്സുറപ്പിക്കുക. ഇതൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല ബ്രദറെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നിത്യത. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് യഥാർത്ഥമായി. അതുകൊണ്ട് ഞാൻ ഒക്കെ അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റേ പ്രവാചകന്മാർ അതല്ല, അല്ലേ മാകുമാറുള്ള കാര്യങ്ങളാണ് അവിടുത്തെ പഴയ ആൾക്കാർ, ആ പഴയ പ്രവാചകന്മാരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വിട്ടുപോകുന്നു. ഹോശേയ പ്രവാചന പുസ്തകത്തിൽ ഒരു ജങ്ക് ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ശീലമായി പോയി അത്. 2 മാസമായിട്ട് ഞങ്ങളിത് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ജങ്ക് ഫുഡിനെ കുറിച്ച്, ഇതിനെക്കുറിച്ച് ആഴമായി സമയമുള്ളതുപോലെ പിന്നീട് ഞാൻ ക്ലാസ് എടുക്കും, ആഴമായ ക്ലാസ് എടുക്കും ജങ്ക് ഫുഡിനെ കുറിച്ച്. ഹോശേയ പ്രവചന പുസ്തകത്തിൽ നിന്ന് ഹോശേയ 12-ാം അധ്യായം 1-ാം വാക്യം. എഫ്രൈം, ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഓരോ ഗോത്രങ്ങളെ കുറിച്ചൊക്കെ അല്പമായി പഠിക്കണം. സമയമുള്ളതുപോലെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡിയിൽ ഓരോ ഗോത്രങ്ങളെ എടുത്ത് നിങ്ങൾ പഠിക്കണം. അവരുടെ വീഴ്ചകൾ, അല്ലെ അവരുടെ താഴ്ചകൾ, ഓരോ ഗോത്രങ്ങൾ അവരാഗ്രഹിച്ചത്. എന്താ പറയുക, യോർദാൻ നദി കടന്ന് വാഗ്ദത്ത കനാലിൽ കയറുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പച്ചപ്പുല്ലുള്ള ദേശങ്ങൾ മതി, ഞങ്ങൾക്കും ഞങ്ങളുടെ ആടുകൾക്ക് ഇത് മതി എന്ന് പറഞ്ഞ് 2.5 ഗോത്രങ്ങളൊക്കെ ഇപ്പുറത്തേക്ക് ഇരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇതൊക്കെ ഈ ഓരോ ഗോത്രങ്ങളെ കുറിച്ച് നമ്മൾ അല്പമായി പഠിച്ചാൽ, രൂപൽ ഗോത്രത്തെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാം അല്പമായി പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡിക്ക് വിട്ടു തരിക. എഫ്രൈം കാറ്റിനെ, ഇത് വേറെ ഗ്രൂപ്പ് അല്ലേ, യോസെഫിന്റെ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരെ കുറിച്ച് പറയുക. എഫ്രൈം കാറ്റിനെ ഇഷ്ടപ്പെട്ടു, കിഴക്കൻ കാറ്റിനെ പിന്തുടർന്നു. അവൻ ഇടവിടാതെ ഭോഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു. അവൻ അശൂരിനോട് ഉടമ്പടി ചെയ്യുന്നു. അശൂർ ആരെന്നറിയാമോ? ആദ്യത്തെ ലോകമാണ് അല്ലേ. ഓരോ ഇഷ്ടം പോലെ എന്താ പറയുക, ആദ്യമായി ഈ പറഞ്ഞ 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങൾ എന്താ പറയുക, ബെന്യാമീനും യഹൂദ ഗോത്രം ഒഴിച്ച് അവർ പ്രവാസത്തിലേക്ക് പോയി. അവർ ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോയി. എന്നാൽ അതിനു മുമ്പേ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മറ്റ് 10 ഗോത്രങ്ങൾ അവർ അശൂരിലേക്ക് പ്രവാസത്തിൽ പോയി. അവർ ഇന്നും മടങ്ങി വന്നിട്ടില്ല അല്ലേ. പ്രവാസത്തിൽ പോയ ആൾക്കാർ, അവർക്ക് കുറേയൊക്കെ മടങ്ങി വന്നു, ഇന്നും അത് പൂർണ്ണമായിട്ടില്ല എന്ന് പകട്ടെ വിട്ടു പോകുന്നു. അവർ അശൂരിനോട് ഉടമ്പടി ചെയ്യുന്നു, മിസ്രൈമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു. എങ്ങോട്ടാ? മിസ്രൈമിലേക്ക്. ആ വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് വാക്യമാണ്. ഇപ്പോഴും കണക്ഷൻ കിടക്കുക ആരുമായിട്ടാ? അതൊക്കെ ആഴമായി നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിച്ച ഞാൻ പറഞ്ഞ് വിട്ടുപോകുക. എന്നിട്ട് പറയുക, ഞാൻ ആ വാക്ക് മാത്രം എടുക്കുക. എഫ്രൈം കാറ്റിനെ ഇഷ്ടപ്പെട്ടു, കിഴക്കൻ കാറ്റിനെ പിന്തുടർന്നു. അവൻ ഇടപെടാതെ ഭോഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു. നോക്കിയേ, കാറ്റിനെ ഭക്ഷിക്കുന്ന ഒരു ഗോത്രം. കാറ്റെന്ന് പറഞ്ഞാൽ അറിയാലോ നിൽക്കല്ലേ, വായു. വായുവിനെ ഭക്ഷിക്കുന്നു. വായുവിനെ ഭക്ഷിച്ച് പ്രോട്ടീനോ മിനറൽസോ പിന്നെ എന്തൊക്കെയാ, കോംപ്ലക്സ് എന്നല്ല പറയാം, വിറ്റാമിൻ അല്ലെ, വൈറ്റമിനൊക്കെ വല്ലതും കിട്ടുമോ? നിങ്ങൾ എത്ര പേര് കാറ്റിനെ ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റും? ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. എന്തോ ഒരു പന്തി കേട്ടിട്ടുണ്ട്, എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നോക്കി, കാറ്റിനെ ഭക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എത്ര ദിവസം ജീവിക്കും? ഞാൻ പറ, കാറ്റ് വായു ഇല്ലേ, ഷൂ അല്ലേ, ഷൂ. ഈ സാധനത്തെ കുറിച്ച് പറയുന്നത്, കാറ്റിനെ ഇഷ്ടപ്പെട്ട കിഴക്കൻ കാറ്റിനെ പിന്തുടർന്ന് പോയി. ഞാൻ ചാഴമായി പിന്നീട് ക്ലാസ് എപ്പോഴും സൺഡേ എടുക്കും. ഞാൻ പിന്തുടർന്ന് പോയിട്ട് പുറകെ പിടിച്ചെടുക്കുന്ന കാറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണ് ആര്? എഫ്രൈം. എന്തിനാണ്? ഭക്ഷിക്കാൻ വേണ്ടിയാണ്. കാറ്റിനെ ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എത്ര ദിവസം കാറ്റിനെ ഭക്ഷിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും? പറഞ്ഞില്ല. അതിൽ വല്ല പ്രോട്ടീനുണ്ടോ? ഒരു മുട്ട കഴിച്ചാൽ പിന്നെ 5 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല. എന്തായാലും എന്തൊക്കെയോ ഉണ്ട് അതിൽ.
2 മുട്ട ഏത്തപ്പഴമൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ പ്രോട്ടീനൊക്കെ ഇഷ്ടം പോലെ കിട്ടും നമുക്ക്. എന്തു ആകട്ടെ, അതിനകത്ത് അല്പമെങ്കിലും പ്രോട്ടീനുണ്ട്. ഈ കാറ്റിൽ പ്രോട്ടീനുണ്ടോ? എത്ര ശതമാനമുണ്ട്? 12 പോയിന്റ് എത്രയാ? ആരോട് പറഞ്ഞില്ല, 16% അല്ലേ? എത്രയാ? കാറ്റിൽ 0യാ. അതിനകത്ത് പ്രോട്ടീനും ഇല്ല, ഒരു വിറ്റാമിനും ഇല്ല അതിനകത്ത്. അതിന്റെ പേരാ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. ആരാ ഈ ഗോത്രം? ഇത് ഗോത്രമാരാ? വിളിച്ച് വേർതിരിച്ച് മാറ്റിയ ഗോത്രമാ, നിത്യതയ്ക്ക് വേണ്ടി ലാക്കാക്കി ഓടേണ്ട ഗോത്രമാ. പക്ഷെ അവർക്ക് ഇഷ്ടം കാറ്റിനെ പിന്തുടർന്ന് പോയാൽ മതി. അവരുടെ ഫുഡ് മുഴുവൻ ജങ്ക് ഫുഡാ. പൊണ്ണത്തടിയായിരിക്കും. അങ്ങനെ ആരും ഇവിടെ ഇല്ല, പേടിക്കണ്ട. ഇല്ല നോക്കിയേ, കാരണം പൊണ്ണത്തടിയായിരിക്കും. കഴിക്കുന്നത് മുഴുവനും നല്ല തീറ്റ എന്നൊക്കെ പറയും നമ്മളല്ലേ, നല്ല പോളിക്ക എന്നൊക്കെ പറയും നമ്മളല്ലേ. പാവങ്ങളൊന്നും കഴിക്കാറുമില്ല. കുറച്ച് കാണാം നമുക്ക് അവിടെ. പറ നിങ്ങള്, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു. ജങ്ക് ഫുഡ് അല്ലേ, അങ്ങനത്തെ വാക്ക് നല്ല പാട്ടല്ലേ. ഇന്ന് അനേകര് കഴിക്കുക ജങ്ക് ഫുഡാ. വല്ല പ്രോട്ടീൻ ഉണ്ടോ അതിൽ? ഒന്നുമില്ല. വല്ല വിറ്റാമിൻ മിനറൽ എന്തെങ്കിലും സാധനം ഉണ്ടോ? ഒന്നുമില്ലത്. എഫ്രൈം കാറ്റിനെ ഭക്ഷിക്കുന്ന പോലെയുള്ളൂ. ഗ്രഹിച്ചോ? ഈ മഞ്ഞയുടെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? എല്ലാം 100% പ്രോട്ടീൻ അല്ലേ, എന്തൊക്കെ പ്രോട്ടീൻ മിനറൽസ് എന്തൊക്കെ പറയൂലേ, 100% 100% അതിനകത്തുണ്ട്. മുട്ടയിൽ 5%, ഒരു കോഴിമുട്ട കഴിച്ച 5% പ്രോട്ടീൻ ഉള്ളെങ്കിൽ ഈ 100% പ്രോട്ടീൻ വചനത്തിലുണ്ട്. കാരണം അത് യഹോവയുടെ വചനമാണ്, തീയിൽ ഊതി കഴിച്ച വചനമാണ്. അതിൽ 100% അത് കഴിച്ചല്ലേ വളരേണ്ടത്? പറ നിങ്ങള്. ഈ ജങ്ക് ഫുഡ് കഴിച്ച് ചെവിക്കിമ്പമുള്ളത് കേട്ട് ഞങ്ങളുടെ പാസ്റ്റർ എന്നോട് ഇങ്ങനെ ദൂത് പറഞ്ഞു ഞാൻ അല്ലേ എന്നൊക്കെ പറയാം. എൻ്റെ പാസ്റ്റർ, ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കൊച്ചിനെ ഉണ്ടായി, കൊച്ചു കിട്ടിനെ കിട്ടിയതൊക്കെ പറയുന്നല്ലേ. പാസ്റ്ററുടെ വാക്കല്ലത്, യഹോവയുടെ വചനമാണ്. പ്രിയം മുഴുവൻ പാസ്റ്ററിലേക്കാണ് പോകുന്നത്. യഹോവയുടെ വചനത്തിനകത്ത് 100% പ്രോട്ടീനും മിനറൽസും അല്ലേ, എന്തൊക്കെ ആവശ്യമാണെന്ന് മുഴുവനും അതിനകത്ത് കിടക്കുന്നുണ്ട്. മറ്റേതല്ല. എഫ്രൈം എന്താണെന്ന് അറിയാമോ? എഫ്രൈം കാറ്റിനെ പ്രിയപ്പെടുന്നു. കാറ്റിനെ എന്നിട്ട് വലിച്ചങ്ങ് കയറ്റും, വയർ വീർത്തൊക്കെ ഇരിക്കും അല്ലേ. വല്ല ഗുണമുണ്ടോ? പിന്നെ കാറ്റിനെ കഴിച്ച പിന്നെ കാറ്റിനെ വേണ്ട. ഗ്രഹിച്ചോ നിങ്ങള്? എന്തുവാകട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിട്ട്. അപ്പൊ യഹോവയുടെ ഫുഡ് ഇതല്ല. യഹോവയുടെ ഫുഡ് ഇതല്ല അല്ലേ. ഇത് കഴിച്ച് വെറുതെ വീർത്ത് കെട്ടി വലിയ വലിയ വാക്ചാതുര്യം കൊണ്ട് എന്തെങ്കിലും പറയാൻ കൊള്ളാം. യഹോവ നിന്നെ സന്ദർശിക്കാൻ പോകുന്നു, അടുത്ത ഡിസംബറിനുള്ളിൽ അല്ലേ സംഭവിക്കാൻ പോകുന്നു. നല്ല രസമല്ലേ? അല്ല, നിങ്ങൾക്ക് ഇഷ്ടമായി? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? എൻ്റെ സ്വരം പിടിച്ചില്ല നിങ്ങൾക്ക്? ഞാൻ ഇത്ര ബാസിട്ട് പറയാം അല്ലേ. എന്ത് രസമാന്ന് നോക്കിയേ. നമ്മുടെ അകത്ത് കുളിരോടും രോമാഞ്ചം വരെ വരും നമുക്കിത് കേട്ടാ. വല്ല ഗുണമുണ്ടോ അതിനകത്ത്? വല്ല പ്രോട്ടീനും ഉണ്ടോ അതിനകത്ത്? പറ നിങ്ങള്. ബോഷ്ക്ക് പറയാൻ വേണ്ടി ഇഷ്ടംപോലെ ഇറക്കി വിട്ടിട്ടുണ്ട്. നല്ല വാക്ചാതുര്യമാ. കാരണം പറഞ്ഞു അടുത്ത അല്ലേ ഒരു ഉദാഹരണം വരാൻ പോകുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയാമോ? ഈ പറഞ്ഞ സാധനം പോലെ ഇരിക്കും, നല്ല ബർഗറൊക്കെ പോലെ ഇരിക്കും. പക്ഷെ കാറ്റ് കഴിച്ച അതിനകത്ത് ഒരു സാധനമില്ല സഹോദരങ്ങളെ. പക്ഷേ യഹോവയുടെ വചനത്തിനകത്ത് 5% 100% നല്ല പ്രോട്ടീനും മിനറൽസൊക്കെ ഉള്ള വചനമാണ്. എഫ്രൈനെ പോലെ ആകരുതേ. കാറ്റിന്റെ പുറകെ പോയി വായി കയറ്റി അവസാനം അല്ലേ ഒരു ഗുണമില്ല. അത് ജീവിക്കുന്നത് അല്ലേ, അത് എന്തിനാ ജീവിക്കുന്നത് നമുക്ക് അതിനല്ലേ. അതുകൊണ്ട് സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതിരിക്കുന്നത് കൊണ്ട് സത്യത്തിനകത്ത് മാത്രമേ ഈ പറഞ്ഞ പ്രോട്ടീനൊക്കെ ഉള്ളൂ. അത് നിങ്ങൾ വേറെ ഒരു ടെസ്റ്റും ചെയ്യേണ്ട. അത് 100% നിങ്ങൾ ഇപ്പോൾ മുട്ട കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്താൽ അവർ പറയും 5% പ്രോട്ടീൻ, 6% കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ അത് എഴുതിത്തരും അവർ അല്ലേ, സീൽ തരും. പക്ഷേ ഇത് ഒരു ടെസ്റ്റിന് പോകേണ്ട യഹോവയുടെ വചനത്തിൽ അത് 100% ഊതിക്കഴിച്ച് കാച്ചി കുറുക്കിയെടുത്ത വചനമാണത്. പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെ വചനമാണ്. അതിനകത്ത് ഒരു മായവുമില്ല. അത് അകത്തു കയറിയാൽ അതിൻ്റെ പണി ആരംഭിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങളിൽ പണി ആരംഭിച്ചവൻ അവൻ്റെ നാളോളം തീർക്കാൻ കഴിവുള്ളവൻ തന്നെ വന്നിരിക്കുന്നത്. കാരണം തുടങ്ങി വെച്ചത് അവിടെ നിന്ന് തന്നെയാണ്.
അതിനെക്കുറിച്ച് പിന്നീട് ആഴമായി പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് ഫുഡ് നമ്മുടെ ഇവിടെ വെക്കുന്നുണ്ട്. ഒന്ന് ജങ്ക് ഫുഡ്, കാറ്റിനെ പ്രിയപ്പെടുന്ന, വേണേൽ അങ്ങനെയും പോകാം, അതിലേക്കാണ് ആൾക്കാർ ഓടിപ്പോകുന്നത് അല്ലേ. വിശാല വാതിൽ തുറന്നു വെച്ചിരിക്കുക. മറ്റേത് രണ്ടും ഒരേ വഴി തന്നെ ഇവിടെ കാണിച്ചേക്കണം. നല്ല പോലെ മറ്റേത് ഇത്തരം ക്യാരറ്റ്, ഇത്തരം ക്യാബേജ്, ബ്രൊക്കോളി അല്ലേ, എന്തൊക്കെയോ, രണ്ട് മുട്ട പുഴുങ്ങിയത്, ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത് അല്ലേ, അത് കുറച്ച് കഴിച്ചാൽ മതി. അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ തീരുമാനം പോലെ ഇരിക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ ഇരിക്കും നമുക്ക് തരുന്നത്. നമ്മുടെ വിഷയം അകത്തെ മനുഷ്യൻ്റെ മനയെക്കുറിച്ചാണല്ലേ. പക്ഷെ ഇത് കറക്റ്റായിട്ട് കഴിച്ചാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് നിൽക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മതി, അയ്യോ എന്ന് പറഞ്ഞില്ല വിളിക്കും, നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങും നമ്മൾ. പക്ഷെ അകത്തെ മനുഷ്യൻ ഈ വചനം കേട്ട് ഈ പ്രോട്ടീനൊക്കെയുള്ള ഭക്ഷണം കഴിച്ച് ബലപ്പെട്ടാലുണ്ടല്ലോ, എന്ത് വന്നാലും പറയും കർത്താവിൻ്റെ ഹിതം നടക്കട്ടെ. നീ രോഗം വന്ന് അല്ലേ, മൂക്കി പഞ്ഞി വെക്കാൻ സമയമായി, അവൻ പറയും കർത്താവിൻ്റെ ഹിതം നടക്കട്ടെ. എന്നാലും ഞാനെന്നും വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ, കർത്താവിനെ വിടുവിക്കുന്നു. വെറുതെ വിശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വിശ്വസിക്കാൻ വേണ്ടിയല്ലേ കർത്താവ് നമ്മെ വിളിച്ചത്, നിത്യത വിശ്വസിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഈ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് യഹോവ അറിഞ്ഞുകൊണ്ട് തന്നെയാ, നമ്മുടെ അപ്പൻ അറിഞ്ഞുകൊണ്ടാ. അവിടേക്ക് എൻ്റെ വിശ്വാസം തെളിക്കുന്നുള്ളതാണ് എൻ്റെ ജോലി. ഈ ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ട് വിശ്വാസം തെളിക്കാൻ പറ്റുമോ? അപ്പൊ തെളിയിക്കാൻ പറ്റും വിശ്വാസം. അയ്യോ നമ്മുടെ മറ്റേ പാസ്റ്റർ വിളിക്കുക, ആ പാസ്റ്റർ ആകുമ്പോൾ ഇത്തിരി അല്ലേ എന്തെങ്കിലും ദൂത് പറയും, നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഞാൻ വിട്ടുപോകും, നമ്മൾ ഒരുപാട് സമയം പോകുന്നല്ലോ. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ മനസ്സാവുമോ? ഗ്രഹിച്ചോ? ഹല്ലേലൂയ. എഫ്രൈമിനെ പോലെ ആകരുത്. എഫ്രൈമിനെ പോലെ കാറ്റിനെ വലിച്ചു കയറ്റിക്കല്ലേ വയറും വീർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ല പ്രോട്ടീനൊക്കെ ഉള്ള, മിനറൽസൊക്കെ ഉള്ള നല്ല യഹോവയുടെ സത്യവചനത്തെ ഭക്ഷിച്ച് അകത്തെ മനുഷ്യൻ നല്ല എന്താ പറയുക, ബലപ്പെട്ട് നിൽക്കുന്ന അനുഭവങ്ങൾ. അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പ്രശ്നം വന്നാലും അവനൊന്നറിയാം, കർത്താവ് എൻ്റെ ഉപയോഗമുണ്ടെങ്കിൽ അവൻ എന്നെ വിടുവിച്ച് ഇവിടെ തന്നെ നിർത്തും. അതല്ല എൻ്റെ കർത്താവിന് പ്രിയമാണെങ്കിൽ അവൻ എന്നെ കൊണ്ടുപോയിക്കോളും, എനിക്ക് പ്രിയമാ. അതല്ല അവൻ ഇനി എന്നെക്കുറിച്ച് ഇനിയും ജോലി ബാക്കി കിടക്കുന്നുവെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിവർന്നു നിന്നുകൊണ്ട് അവൻ്റെ വചനത്തെ പ്രസ്താവിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ ഇതുപോലത്തെ വിശ്വാസത്തേക്ക് തെളിയിക്കേണ്ട സമയങ്ങൾ ഇഷ്ടംപോലെ നമുക്കുണ്ട്. ഞാൻ ഒട്ടനവധി കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുടങ്ങി വെക്കാം. പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയരുത്. കെടുത്തി കളയരുത്. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. 1 തെസ്സലോനിക്കർ 5:19. നമുക്കതൊക്കെ വായിച്ച് നമുക്കത് അവിടെ പറയും, ആത്മാവിനെ കെടുക്കരുത് അല്ലേ. തെസ്സലോനിക്കർ 5-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, ആത്മാവിനെ കെടുക്കരുത് അല്ലേ. എന്തുകൊണ്ട് ആ വാക്യം അങ്ങനെ ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് ആത്മാവിനെ കെടുക്കാൻ പാടില്ല, കിടത്തരുത് അല്ലെ, കെടുക്കാൻ പാടില്ലെന്ന്, കിടത്താൻ അല്ലേ, കെടുക്കരുത്, കെടുക്കാൻ പാടില്ല, കെടുത്തരുതെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? കെട്ടുപോകാൻ ചാൻസ് ഉണ്ടോ? അല്ലേ, ഉണ്ട്. വിശ്വാസം പോലും പോകാൻ ചാൻസ് ഉണ്ട്, നിത്യത പോലും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, നമുക്ക് രക്ഷ പോലും നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ജാതികളോട് കൂടി ശിക്ഷാവധി വരാൻ ചാൻസ് ഉണ്ട് നമുക്ക്. ഇതൊക്കെ എൻ്റെ വാക്കല്ല, ബൈബിൾ വാക്കാ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാൻ ഇടയുള്ളത് കൊണ്ട് മുന്നറിയിപ്പ് നൽകുക, ആത്മാവിനെ കെടുക്കരുത്. അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്ക് ആത്മാവിനെ കിടത്തിക്കളയുവാൻ നമുക്ക് സാധിക്കുമെന്ന് വേദവസം അടിവരായിട്ട് പഠിപ്പിക്കാം. ആത്മാവിനെ കെടുത്തരുത് പറയുമ്പോൾ വിശ്വാസികളായ നമുക്ക് ആത്മാവിനെ കെടുത്തിക്കളയുവാൻ, നഷ്ടപ്പെടുത്തി കളയുവാൻ അല്ലെ, തള്ളിക്കളയുവാൻ നമുക്ക് അവസരമുണ്ട്, കഴിയുമെന്ന ഈ വാക്കുകൾ നമ്മൾ തെളിയിക്കുന്നത് ആണോ ഇല്ലയോ? ആത്മാവിനെ കെടുക്കരുതെന്ന് പറയുമ്പോൾ കിടത്താൻ ചാൻസ് ഉണ്ടോ? ഉള്ളതുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, മുന്നറിയിപ്പ് നൽകുന്ന നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചെന്ന് പോലെ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ അല്ലേ. പലയിടത്തും നമുക്ക് കാണാം പരിശുദ്ധാത്മാവിനെ കാറ്റായും തീയായ വെള്ളമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തുമാകട്ടെ, ഞാൻ അടുത്ത വാക്യം കടന്നു വരികയാണ്. ഈ പരിശുദ്ധാത്മാവിനെ കെടുക്കരുത് എന്ന് പറയാൻ കാരണം എന്നറിയാമോ? നമുക്ക് പരിശുദ്ധാത്മാവ് കെട്ടുപോകും അല്ലെ, കെടുത്തിക്കളയാൻ പറ്റും നമുക്ക്. കാരണം ഒരു തീ നമുക്കറിയാം, നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു തീ കത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നമുക്ക് നമ്മുടെ നാട്ടുഭാഷത്തിൽ ഒരു തീ കത്തിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ രാവിലെ അരി വെക്കാൻ വേണ്ടി തീ കത്തിച്ചു, രണ്ട് ചെറിയ ഉണക്ക അല്ലേ വിറകിട്ട് കൊടുത്തു, നിങ്ങൾ അങ്ങനെ കറങ്ങാൻ പോയി. കുറച്ച് നിങ്ങൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഉണക്ക വിറക് കത്തി ദ്രവിച്ചല്ലേ, എല്ലാം കഴിഞ്ഞ്
കരിക്കട്ടയായി കിടക്കുന്നു, ബാക്കി തീയില്ല. ഇതേ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സമയത്ത് ആ തീ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അത് കെട്ടിയിരിക്കുന്നു, കെടുത്തിക്കളഞ്ഞ് കെട്ടുപോയിരിക്കുന്നു. കാരണം എന്താ? കറക്റ്റാ പറഞ്ഞോ? കാരണം എന്താ? വിറകില്ലായിരുന്നു. ഈ വിറകിന്റെ പുറത്ത് മാത്രമേ ഈ തീക്ക് പ്രകാശിക്കുവാൻ, കത്തുവാൻ, ജ്വലിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഗ്രഹിച്ചോ നിങ്ങള്? പരിശുദ്ധാത്മാ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെ തീക്ക് കത്തണമെങ്കിൽ വിറക് എത്രത്തോളം ഇട്ടുകൊണ്ട്, ഞാൻ പറയാം, വിറക് കത്തിച്ചു, നിങ്ങളത് കെടാറാവുമ്പോൾ വീണ്ടും കത്തിക്കുന്നു, കൂടുതലിട്ട് കൊടുത്താൽ കൂടുതൽ കത്തുന്നു അല്ലേ? അങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്നത്. സെയിം തന്നെ ഇവിടെ കാര്യം. എത്രത്തോളം വിറക് നാം ഇട്ട് കൊടുക്കുന്നുവോ അത്രത്തോളം ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആ അഗ്നി കത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ വിറക് എന്ത് സാധനമാ? പറ, കറക്റ്റാ, ഒരു സംശയം വേണ്ട. എത്രത്തോളം എൻ്റെ അകത്തേക്ക് ഞാൻ വചനം കൊടുക്കുന്നുവോ അത്രത്തോളം ആ വചനത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുത്തൻ എൻ്റെ അകത്തുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാ, പരിശുദ്ധാത്മാവിന്റെ ജോലി എന്താണെന്നറിയാമോ? ഒരുപാട് ജോലി ഉണ്ട്, അത് വിട്ടേക്ക്. ഞാൻ ചെറിയ ഈ നമ്മുടെ വിഷയത്തിൽ മാത്രം നിന്ന് പറയുക. എന്താ പരിശുദ്ധാത്മാവ് ഈ ഭൂമി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതാണ്ട് 2000 വർഷമായി, 1990 സംതിങ് വർഷമായി. എന്താണ് പരിശുദ്ധാത്മാവ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ? എന്താണ് ഇന്നും പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരൊറ്റ കാര്യം, അൾട്ടിമേറ്റ്. ഞാൻ പറയുന്നത് അൾട്ടിമേറ്റ്. ഒരുപാടുണ്ട് നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ്, എല്ലാം ഒരുപാട് പ്രവർത്താക്കി, ശരിയാ. ഞാൻ പറയുന്നത് അൾട്ടിമേറ്റ്, ഏറ്റവും ഉന്നതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ജോലി എന്താ? ഏറ്റവും, ഞാൻ പറയുന്നത് ഒരുപാടുണ്ട്, ഏറ്റവും ടോപ്പ് ഈ ഭൂമിയിൽ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഗ്രഹിച്ചു ഞാൻ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശുവിനെ ഉയർത്തുകയാ. എൻ്റെ അകത്ത് എത്രത്തോളം വചനമിടുന്നുവോ അത്രത്തോളം പരിശുദ്ധാത്മാ വചനത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളെ മഹത്വപ്പെടുത്താൻ വേണ്ടിയല്ല, യേശുവിന് മഹത്വം കിട്ടാൻ വേണ്ടിയാ. അതുകൊണ്ട് യേശുവിനെ ഉയർത്തുന്നു, യേശുവിനെ യേശു എന്ന് പറഞ്ഞാൽ വചനത്തെ കുറിച്ചാണ് പറയുന്നത്. എത്രത്തോളം കീഴ്പ്പെട്ട് കൊടുക്കുന്നുവോ, എത്രത്തോളം താഴ്ന്നു കൊടുക്കുന്നുവോ അത്രത്തോളം യേശുവിനെ, വചനത്തെ പരിശുദ്ധമാ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ് നിങ്ങൾക്ക്? അതുകൊണ്ട് എത്രത്തോളം ഈ അഗ്നി അകത്തേക്ക് വിറകിട്ട് കൊടുക്കുന്നുവോ അത്രത്തോളം ഈ അഗ്നി കത്തിക്കൊണ്ടിരിക്കും. ഒരു വിറകെങ്ങാനും കെട്ടുപോയാൽ, ഇടയ്ക്കെങ്ങാനും കെട്ടുപോയാൽ, ഇഷ്ടം പോലെ ഭാഗത്ത് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ വായിക്കാൻ നേരം കുറവുള്ളത് വരുമ്പോഴേ സംഭവിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് പണ്ടൊക്കെ ഇഷ്ടം പോലെ. അപ്പോൾ ആ കത്തലിനെ പ്രകാശം കുറഞ്ഞു വന്ന് നമുക്ക് കാണാൻ കഴിയും, കരിക്കട്ടയാവും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെയൊക്കെ തീയുടെ ഉള്ളത് കൊണ്ട് കയറി കടന്നു പോകും ഞങ്ങളൊക്കെ. ഞങ്ങളുടെ ചെറിയ കാര്യം പറഞ്ഞതാ. അപ്പോൾ എത്രത്തോളം വിറകിട്ട് കൊടുക്കുന്നുവോ അത്രത്തോളം പരിശുദ്ധാത്മാവിന് കത്താൻ കഴിയും. ഗ്രഹിച്ച് മനസ്സിലായി നിങ്ങൾക്ക്? അപ്പം അതുകൊണ്ട് വിറകില്ലാതെ ആരെങ്കിലും പ്രകാശിക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ സഹോദരങ്ങളെ അത് കരിക്കട്ടയായി ലോകത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. എത്രയോ അത്ഭുതം ചെയ്യുന്നവർ, അടയാളം ചെയ്യുന്നവർ ഭൂമിയിൽ ഇറങ്ങി വന്നതാ. ഇന്ന് കരിക്കട്ടകളായി ഇഷ്ടം പോലെ മാറ്റപ്പെട്ടു പോയി. പറ, നിങ്ങൾ റീസൺ പറ. എന്തോരം ആൾക്കാർ, ഒരു എന്താ പറയില്ലേ, ഉൽക്കകളെ പോലെ പെട്ടെന്ന് ആകാശം തെളിഞ്ഞു വരും. ഒരു 3-5 വർഷം കഴിയുമ്പോൾ ഇതേ കിടക്കുന്നത് കരിക്കട്ടയെ മൂലക്ക്. പ്രശ്നമെന്നറിയാമോ? സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാൻ മനസ്സില്ല അവർക്ക്. അഭിഷേകത്തിൽ മാത്രം ആശ്രയം വെച്ചു, ആശ വെച്ചു. അതിന്റെ പിന്നിൽ സ്വയമാണ്. എന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയത്. സത്യത്തിൽ ഇതെല്ലാം തരുമ്പോഴും എനിക്ക് ഒരു ആഗ്രഹമുണ്ടാകണം, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊണ്ട് എൻ്റെ ദിശ കറക്റ്റാക്കണം. അങ്ങനെയുള്ളവർക്ക് മിനിസ്ട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ദർശനമില്ല, നമ്മൾ ആരെയാ വഴികാട്ടുന്നത്? കുരുടന്മാരായി പോകും നമ്മൾ. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, ഇവിടെ ഞങ്ങളുടെ മോർണിംഗ് സർവീസ് വന്ന ആളാ. അദ്ദേഹം സത്യത്തിൽ ഞാൻ പറഞ്ഞത്, പുള്ളി എന്നോട് പറയുക, പാസ്റ്റർക്ക് എങ്ങനെ മനസ്സിലായി കത്തോലിക്ക നമ്മുടെ പെന്തക്കോസുകാർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, കത്തോലിക്കാർ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പാസ്റ്റർക്ക് എങ്ങനെ മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി ഞാൻ ഒന്നും മൗനമായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. ഞാൻ മൗനമായിരുന്നു. അതുകൊണ്ട് അതാണ് ഉപദേശിക്കുന്നത് പറഞ്ഞു. ഞാൻ ഉപദേശിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, ഇനി മേലി ബ്രദർ ഉപദേശിക്കരുത്. ഈ വരത്തിലെന്ന് എനിക്കറിയാം, നല്ലോണം എനിക്കറിയാം. അതുകൊണ്ടാണ് ധൈര്യത്തിൽ പറയുന്നത്. ഇനി മേൽ നിങ്ങൾ ഉപദേശിക്കരുത്. കാരണം നിങ്ങൾക്ക് വഴി അറിയത്തില്ല. 7 കൂദാശകൾ ചൊല്ലിയാൽ സ്വർഗത്തിൽ പോകാമെന്ന് പഠിപ്പിക്കുന്ന മതമാണോ? വിശ്വാസം യേശു എന്ന ഏക വഴി കൂടി അപ്പുറം കടക്കാമെന്ന് പഠിപ്പിക്കുന്ന ഈ വചനമാണ് ഏതാ സത്യം? മനുഷ്യന്റെ മാർഗമാണോ, മതത്തിന്റെ മാർഗമാണോ ശരി? ബൈബിൾ പഠിപ്പിക്കുന്ന മാർഗമാണോ?
അതിൻ്റെ അതിൻ്റെ പുറകെ പോയാൽ 7 കൂദാശ ചൊല്ലി സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ചാൽ അതിൽ പോയാൽ നരകത്തിലേക്ക് പോകത്തുള്ളൂ. ഇതിൽ വലിയ ലോജിക്കും ഒരു വലിയ പഠിപ്പൊന്നും ആവശ്യമില്ല നമുക്ക്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നമുക്ക് വഴി അറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെ ഉപദേശിയായി തീരും നമ്മളൊക്കെ? അതുകൊണ്ട് വചനം എത്രത്തോളം ആർത്തിയോടെ ഭക്ഷിക്കാൻ കഴിയുമോ അത്രത്തോളം പരിശുദ്ധാത്മാവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയും. ഗ്രഹിച്ചോ നിങ്ങൾ? അപ്പോൾ ഇതുപോലെ വിറകൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത ആഴ്ച ബാക്കി ചിന്തിക്കാം. നമുക്ക് യാഗപീഠത്തിൽ തീ പോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. പല കാര്യങ്ങൾ ദൈവം നമ്മെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സമയമുള്ളതുപോലെ കർത്താവ് നമുക്ക് ചിന്തിക്കാം. അതൊക്കെ പറഞ്ഞ് മനസ്സിലായി? ഗ്രഹിച്ചോ? അടുത്ത ആഴ്ച നമുക്ക് ഇതിനെക്കുറിച്ച് യാഗപീഠത്തിൽ മേൽ തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കെട്ടുപോകരുത്. ഇത് എന്താ പറയുക, സ്വർഗത്തിൻ്റെ കൽപ്പനയാണ്, കമാൻഡ്മെൻ്റ് ആണ് അതൊക്കെ. ഹല്ലേലൂയ. അതില്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും വെറും കനൽക്കട്ടകളായി ഏതൊക്കെ മൂലക്ക് ലജ്ജാപാത്രമായി നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. ദൈവം നമ്മളെ മാറ്റും. പണ്ടൊരിക്കൽ ഏതൊരു എഴുത്തുകാരൻ എൻ്റെ ബുക്കിൽ വായിച്ചതാണ്, പേര് ഞാൻ മറന്നുപോയി, ഓർത്തെടുക്കേണ്ടി വരും. അദ്ദേഹത്തെ ഒരു നല്ല വിശ്വസ്തനായ ഒരു ദൈവദാസൻ. അദ്ദേഹം തൻ്റെ പേന കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി കൂട്ടുമായിരുന്നു. പേര് മറന്നുപോയി. പക്ഷെ പുള്ളി ഇങ്ങനെ ഒരു ഉപമ പോലെ എഴുതി വെച്ചിരിക്കുക. ഞാനൊരു പേനയെ നിരന്തരമായി പുള്ളി ഒരു കഥ പോലെ പറയുക. ഞാൻ എൻ്റെ സ്വന്തം പേന എൻ്റെ നെഞ്ചോട് ചേർത്ത്, അല്ലേ, ഈ ഹൃദയത്തോട് ചേർത്ത് എൻ്റെ വെച്ചൊരു പേന, എൻ്റെ ആവശ്യം വരും വചനത്തിന് അല്ലെങ്കിൽ നോട്ട്സൊക്കെ എഴുതാൻ വേണ്ടി ഞാൻ എപ്പോഴും ആ പേനയെ ആശ്രയിക്കുമായിരുന്നു. ആ പേന കൊണ്ട് ഞാൻ എപ്പോഴും എഴുതും. എൻ്റെ ഹൃദയത്തോട് ചേർന്ന് ഞാൻ പോക്കറ്റിൽ കുത്തിയിടുമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ, ഫൗണ്ടൻ പേന, മഷിപ്പേനയാണ്, കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പേന ലീക്കാവുന്നുണ്ടെങ്കിൽ, ലീക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ കൈയൊക്കെ നശിപ്പിച്ച് കളയും നമ്മളൊക്കെ. പണ്ട് എനിക്കും ഫൗണ്ടൻ പേന ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ നീല മഷി കയ്യിലൊക്കെ പടരും. കുറേ നാളിങ്ങനെ ആയപ്പോൾ ഇദ്ദേഹം എന്തെന്നറിയാമോ, ആ മഷിപ്പേന ഊരി വെച്ചിട്ട് ആ ഡ്രോയുടെ അകത്തേക്ക് കയറ്റി വെച്ചു. എന്നിട്ട് പുള്ളി വേറൊരു പേന എടുത്തിട്ട് പോക്കറ്റിലിട്ട് തുടങ്ങി. പുള്ളി പറയാ, ഒരിക്കൽ ആ പേന എന്നോട് അടുക്കൽ വന്ന് എന്നോട് ചോദിച്ചു. ഇങ്ങനെ പുള്ളി ഉപപോലെ പറയുക, ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇന്ന് ഒരുപാട് എഴുതി കൂട്ടിയില്ലേ, എന്നെ ഒരുപാട് നിങ്ങൾ ഉപയോഗിച്ചില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുക. അദ്ദേഹം പേനോട് പുള്ളി പേന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്നെ മറന്നു കളഞ്ഞില്ലേ, നിങ്ങൾക്ക് അല്ലേ, നിങ്ങളുടെ നല്ല സമയത്തൊക്കെ എന്നെ ഒരുപാട് ആവശ്യമായിരുന്നു, നിങ്ങൾ എന്നെ ഇപ്പോൾ മറന്നു കളഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ആളെ കിട്ടിയപ്പോൾ, പുതിയ പേന കിട്ടിയപ്പോൾ നിങ്ങൾക്ക് അത് മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ശാന്തമായി കേട്ടിട്ട് പറഞ്ഞു, പേനേ, എൻ്റെ ഫൗണ്ടൻ മഷിപ്പേനെ, എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ മാറ്റിയത്? നീ എൻ്റെ കൈ നശിപ്പിക്കാൻ തുടങ്ങി, നീ ലീക്കാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കാരണം ഞാൻ ഗ്രഹിച്ചെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ആ പുള്ളിക്കാർ എഴുതി വെച്ചിരിക്കുക, നീ എൻ്റെ കരങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിനെടുത്ത് സൂക്ഷിച്ച് അടിയിലേക്ക് വെച്ചു. ഹല്ലേലൂയ. കാരണം ഇതുപോലെ നമ്മളിപ്പോൾ നമ്മളോട് ദൈവനാമം ദുഷിക്കാൻ ഇടയാകാറുണ്ട്. പലപ്പോഴും നമ്മളെയും കർത്താവ് ഡ്രോ തുറന്ന് ഡ്രോയിലേക്ക് അകത്തേക്ക് എടുത്ത് വയ്ക്കും. കാരണം അറിയാമോ, സത്യത്തെ സ്നേഹിച്ചു കൊള്ളുവാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എത്ര അഭിഷേകം കൊണ്ട് ഓടിയാലും നാം ഒരു ദിവസം ദൈവനാമം ദുഷിക്കാൻ തുടങ്ങിയാൽ നമ്മളെയും പൂട്ടി കർത്താവിടെ എടുത്ത് വയ്ക്കും. നിത്യത പോകുമെന്നല്ല ഞാൻ പറയുന്നത്, ഉപയോഗമില്ലാത്ത പാത്രമായി അവിടെ കിടക്കേണ്ടി വരും. അത്ര ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. കാരണം വചനം ആ തീയിലേക്ക് ഇട്ടുകൊടുത്തു, അത്രത്തോളം ഇട്ടുകൊടുക്കുന്നു, അത്രത്തോളം അത് ആളിപ്പടന്നുകൊണ്ടിരിക്കും. കാരണം സത്യം അത് മാത്രമേ ഉള്ളൂ. ഈ റോമർ 4-ാം അധ്യായം 3-ാം അധ്യായം 4-ാം വാക്യമാണോ 4-ാം അധ്യായം 3-ാം വാക്യം എനിക്കറിയത്തില്ല, അവിടെ ഒരു വാക്യമുണ്ടല്ലോ, വചനം സത്യമാകുന്നു. ബോഷ്ക് ഒരു വാക്യം എങ്ങനെ വായിക്കും? ബോഷ്കിനെ കുറിച്ച് പറയുന്ന വാക്യം റോമർ 3-4 ആണോ 4-3 പാട്ടുകാരൊക്കെ കയറിക്കോട്ടോ, പാട്ടുകാരൊക്കെ കയറിക്കും. റോമർ 3-4 4-3 എൻ്റെ വചനം സത്യമാകുന്ന ഒരു വാക്ക്. ദൈവമോ സത്യവാൻ, സകല മനുഷ്യനും ബോഷ്കോ, ദൈവം സത്യവോ, സകല മനുഷ്യനും ബോഷ്ക് പറയുന്നവർ അല്ലേ. ദൈവമോ ഈ ലോകത്തെ സകലതും എല്ലാം ബോഷ്കിൽ നിന്ന് ആരംഭിക്കുക, എല്ലാം ബോഷ്ക്. പക്ഷേ ഒരു കാര്യം മാത്രം സത്യമായുള്ളൂ ഈ ഭൂമിക്കകത്ത്. എന്നറിയാമോ? ഈ പ്രപഞ്ചത്തിൽ, സ്വർഗത്തിൽ എവിടെ പോയാലും ഒന്ന് മാത്രം സത്യം. എന്നറിയാമോ? ദൈവത്തിൻ്റെ വചനമാണ്. അതെത്രത്തോളം ആ തീയിലേക്ക് ഇട്ട് കൊടുക്കുന്നുവോ. തീ എന്താ? നമ്മുടെ അകത്ത് പണ്ട് കത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച ഞാൻ സംസാരിക്കും. നമ്മുടെ അകത്ത് പണ്ട് ഒരു തീ ഇട്ടതാ, അത് പിന്നീട് പറയാമത്. അത് ഇവിടെ നിന്നൊന്നും കത്തിയതല്ല, ന്യൂ ലൈഫിൽ നിന്നും കത്തിയതല്ല, സ്വർഗത്തിൽ നിന്ന് കത്തിച്ചിറക്കി വിട്ടൊരു അഗ്നി എൻ്റെ നിങ്ങളുടെ അകത്തുണ്ട്. വീണ്ടും ജനിച്ചപ്പോൾ എൻ്റെ നിങ്ങളുടെ അകത്ത് കത്തിച്ചിട്ടഗ്നി. ഹല്ലേലൂയ.
അത് കിടത്തിക്കളയും. അതാ പറഞ്ഞത് ഇവിടെ തെസ്സലോനിക്കയിൽ വായിച്ചില്ലേ, കെടുക്കരുത് അല്ലേ, കിടത്തിക്കളയരുത് എന്ന് പറയുന്നത്. അതിന് കത്തണമെങ്കിൽ, അല്ലെങ്കിൽ യാഗപീഠം അത് കത്തി കനൽക്കട്ടിയായി വെറുതെ യാഗപീഠമായി മാത്രം കിടക്കും. അത് ഒരു കൂത്ത് കാഴ്ചയായി കിടക്കേണ്ടി വരും. അതിനകത്തേക്ക് ആ വചനം വിറകിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കത്തിപ്പടർന്നുകൊണ്ടിരിക്കും. ഒരിക്കലും കെടാതെ ദൈവം നമ്മെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഇന്നത്തെ പറഞ്ഞ പോലെ ഫൗണ്ടൻ പെന്ന ദൈവനാമത്തെ നശിക്കുന്നുവെങ്കിൽ പൂട്ടി ദൈവം എടുത്തു വയ്ക്കുന്നത്. കാരണം നമ്മുടെ അകത്തെ വിറകിട്ട് എത്രത്തോളം ഇട്ട് കൊടുക്കുന്നുവോ അത്രത്തോളം പരിശുദ്ധാത്മാവ് ആ വചനത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്, നമ്മുടെ ജോലിയൊന്നും അല്ല. കാരണം പരിശുദ്ധാത്മാവ് ഒറ്റ ജോലിയേ ഉള്ളൂ, യേശുവിനെ ഉയർത്തുക. ഹല്ലേലൂയ. ആര് യേശു ഉയർത്തുവോ അവരുടെ കൂടെ കർത്താവിൻ്റെ ആത്മാവ് കൂടെ ഉണ്ടാകും. അത് സത്യമായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തിനെ ഏൽപ്പിക്കാം. ഒരു പാട്ടൊക്കെ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. കൂടുവിട്ടൊടുവിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രത്യാശയോടെ പറഞ്ഞേ, പാടിടും ജയഗീതമേ ഞാൻ പങ്കപാടുകളേറ്റവനാ. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുമ്പിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്കപാടുകളേറ്റവർ. ഉറ്റവർ സ്നേഹിതർ പറ്റത്തിരിഞ്ഞു നിന്ന് മുറ്റം ഇടക്കെണ്ണി തള്ളിയിടുമ്പോൾ ഈ ലോകം നമ്മെ തള്ളിക്കളയും, ഈ ലോകം നമ്മെ നിന്ദിക്കും, പരിഹസിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു ദിവസം അവന്റെ പക്ഷത്ത് നമ്മെ ചേർക്കുന്ന ദിവസമുണ്ട്. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുമ്പിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്കപാടുകളേ. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുമ്പിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്കപാടുകളേറ്റവർ. ലോകം എനിക്ക് വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണം യേശുവിൻ ആ ക്രൂശിന്റെ പാത. ആ യേശുവിന്റെ ക്രൂശിന്റെ പാതയിൽ കൂടി, ആ ഇടുക്ക് പാതയിൽ കൂടിയുള്ള വഴി ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ. കൂടുവിട്ടൊടുവിൽ ഈ മൺകൂടാരം വിട്ടൊരിക്കൽ ഞാനും നിങ്ങളും ആ പറുദീസയിലേക്ക് കടന്നു പോകേണ്ടവരാ. പാടിടും ജയഗീതമേ ഞാൻ പങ്കപാടുകളേറ്റവർ. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുമ്പിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം. ഒരു ദിവസം ഈ പ്രാകൃതമായ ശരീരം ഒലിഞ്ഞു വെച്ചിട്ട് ആ ആത്മീയമായ ശരീരത്തോടു കൂടി കടന്നു പോകുന്ന ദിവസം, ആ തേജസ്സോടു കൂടി പോകുന്ന ദിവസം പ്രാപിക്കും രൂപാന്തരം. ആമേൻ. പ്രാക്കൽ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രത്യാശയോടെ കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുമ്പിലെത്തും. ആമേൻ. പാടിടും ജയഗീതമേ ഞാൻ പങ്കപാടുകൾ.
കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിന്റെ മുമ്പിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പാടുക. ലോകം എനിക്ക് വേണ്ട, ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണം ആ യേശുവിന്റെ ക്രൂശിന്റെ പാത നോക്കിക്കൊണ്ട്, ആ പിതാവിന്റെ ഭവനം നോക്കിക്കൊണ്ട്. ലോകത്തിന് ഇമ്പം വേണ്ട, പോകണം യേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്ക്. അവന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്, ആ പ്രാണപ്രിയനെ ആ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, കൂടുവിട്ടൊടുവിൽ കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിന്റെ മുമ്പിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവൻ. കൂടുവിട്ടൊടുവിൽ കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ. ആ പ്രത്യാശ നമ്മുടെ അകത്ത്. ഈ ലോകമെന്ന് പറയുന്ന കൂട് വിട്ടിട്ട്, ഈ ശരീരമാകുന്ന ആ കൂട് വിട്ടിട്ട് പ്രാപഞ്ചികമാകും, പ്രാപഞ്ചികമാകും, പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയരോട്. അതെ, ഇപ്പോഴല്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഈ പ്രാകൃതമായ എല്ലാം മാറിയിട്ട് അവനെ പോലെയാകുന്ന ദിവസങ്ങൾ. അപ്പോൾ പ്രാക്കൾ കണക്കെ പറക്കും, നാം അന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രത്യാശയോടെ പ്രാക്കൾ കണക്കെ പറക്കും, നാം അന്ന് പ്രാപിക്കും. കൂടുവിട്ടൊടുവിൽ കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവനാ. കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവനാ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ കർത്താവിൻ ദാസിൽ നിന്ന് കേട്ട വചനങ്ങളെ ഏറ്റവും ഗൗരവത്തോടെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട കാര്യങ്ങൾ നമ്മളിന്ന് കേട്ടത്. ഹല്ലേലൂയ. നമ്മൾ കടന്നു വരുന്ന ഓരോരുത്തരും കർത്താവ് വിളിച്ച് വേർതിരിച്ചവരാണ്. വിളിച്ചവർ വേർതിരിച്ച് മാത്രമല്ല, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. ഇവിടെ ആരാധനയിൽ ലീഡ് ചെയ്യുന്നവരുണ്ട്, കർത്തൃമേശ എടുക്കുന്നവരുണ്ട്, അനൗൺസ്മെൻറ്റിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരുണ്ട്, ഹൗസ് ചർച്ചിൽ ശുശ്രൂഷിക്കുന്നവരുണ്ട്, ലേഡീസ് പ്രയർ പ്രബോധിപ്പിക്കുന്നവരുണ്ട്. ഇവരോരോരുത്തരും ഇന്ന് കേട്ട വചനങ്ങളെ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ഗൗരവത്തോടെ നമ്മളത് സംഗ്രഹിക്കണം. കാരണം ആ സ്വർഗീയ മന്നയെ ആഗ്രഹിച്ച്, ആ സ്വർഗത്തിൽ നിന്ന് കേട്ട ദൈവത്തിൻ്റെ വചനങ്ങളെ ആഗ്രഹിച്ചത് കേട്ട് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. മാത്രമല്ല, ആ സ്വർഗീയ മന്ന കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നമ്മൾ ജനങ്ങളിലോട് പ്രബോധിപ്പിക്കാൻ പാടുള്ളൂ. ഇന്ന് കോട്ടിക്കളയുന്ന ആ സ്വർഗീയ മന്നയെ ലോകത്തിൻ്റെ മന്നയാക്കി കോട്ടിക്കളയുന്ന അനേകർ ഇറങ്ങിയ കാലഘട്ടമാണ്. ഹല്ലേലൂയ. ആ വചനങ്ങളെ അതിഗൗരവത്തോടെ കണ്ട്, ഹല്ലേലൂയ, ആ സ്വർഗീയ മന്ന മാത്രം നമ്മൾ ഗ്രഹിക്കുകയും ആ സ്വർഗീയ മന്ന മാത്രം ജനങ്ങളിലോട്ട് കൊടുക്കുന്ന ശുശ്രൂഷകളായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ ഹൗസ് ചർച്ചിൽ ഷെയർ ചെയ്തൊരു വചനത്തെ മാത്രം വായിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനെടുക്കാം. അതിൻ്റെ 2 കൊറിന്ത്യർ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാന വാസന വെളിപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വചനങ്ങളെല്ലാം ഹൃദയസ്ഥരാ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകാം. ഞങ്ങളെ എപ്പോഴും ക്രിസ്തു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. അറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന വചനങ്ങളാ ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും. എവിടെയാ ജയോത്സവമായി നടത്തുന്നത്? നമ്മൾക്കറിയാം, നമ്മൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളിൽ ഞാൻ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ്റെ 10ാം ക്ലാസ്സിൽ എങ്ങനെയൊന്ന് ജയിച്ചാൽ മതി എന്ന് വിചാരിച്ചു. എന്നാൽ അവന് ആ 1ാം ക്ലാസ് കിട്ടി. എന്നെ ജയോത്സവമായി നടത്തുന്നൊരു ദൈവം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം.
ഹല്ലേലൂയ. എൻ്റെ മകനൊരു കല്യാണാലോചന വന്നു. അവന് സാധാരണ ജോലിക്കാരനെ മതി. എന്നാൽ അവന് കല്യാണം വന്നത് ഈ ന്യൂസിലൻഡിൽ നിന്നാണ്. എന്നെ ജയോത്സവമായി നടത്തുന്നൊരു ദൈവം. മനുഷ്യൻ്റെ മോഹങ്ങളെ വർദ്ധിപ്പിക്കുന്ന സുവിശേഷ പ്രസംഗങ്ങളും ദൈവത്തിൻ്റെ അസ്വർഗീയ മന്ന എന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും. ഒരു പാട്ടുണ്ട്, നമുക്കറിയാം, നമ്മളെ ജയോത്സവ ദൈവത്തിനായി സ്തോത്രം. എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ചു നടത്തുന്നൊരു ദൈവം. എന്നെ മാനിക്കണം. എങ്ങനെ മാനിക്കണം? എന്നെ നിന്ദിച്ച ദൈവത്തിന് വേണ്ടി വിളിച്ചിറക്കി കൊണ്ടുവന്ന് അവൻ്റെ വേലിലായിരിക്കുന്നവനെ നിന്ദിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ പാട്ടിലെന്താ പറയുന്നത്? എന്നെ നിന്ദിക്കുന്നവനെ മാനിക്കും. എങ്ങനെ? എൻ്റെ വീട് ഓലപ്പുരയാണെങ്കിൽ എൻ്റെ അടുത്തുള്ളവൻ്റെ 2 നില വീടിനേക്കാൾ ഒരു വിലയുടെ മുകളിൽ കെട്ടി എന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഹൃദയത്തിൻ്റെ മോഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വചനങ്ങളെ പഠിപ്പിച്ച് നമ്മളെ മാനിക്കപ്പെടുന്നവനാക്കി മാറ്റുന്ന ചില മന്നകൾ ഈ ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ വചന ശ്രദ്ധയോടെ കേൾക്കണം. ജയോത്സവമായി നടത്തും എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്യം കേട്ടിട്ടുണ്ട്. എന്താ വാക്യം? ക്രൂശിൽ നമ്മുടെ കർത്താവ് ജയോത്സവം കൊണ്ടാടി. അവിടെ ആരുടെ മുമ്പിൽ? പിശാചിന്റെ മുമ്പിൽ അവൻ്റെ തലയെ തകർത്ത് ആ ജയോത്സവത്തെക്കുറിച്ച് പൗലോസ് അവിടെ പറയുന്നത്. നമുക്ക് ആ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം. അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടി. ത്രോവാസിൽ പൗലോസിനൊരു വാതിൽ, കർത്താവിൻ്റെ വാതിൽ തുറന്നു കിട്ടി. എന്നാൽ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കെദോന്യക്ക് പുറപ്പെട്ടു. ത്രോവാസിൽ ദൈവത്തിനൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോഴും തൻ്റെ സഹോദരനായ തീത്തോസ്, തൻ പ്രാണനെ ചൊല്ലുന്ന തീത്തോസിനെ കുറിച്ച് ഒരു അസ്വസ്ഥത അവൻ്റെ മനസ്സിൽ വന്നു. അവൻ നഷ്ടപ്പെട്ടു പോകുമോ, അവൻ വിശ്വാസം ക്ഷീണിച്ചു പോകുമോ എന്നുകൊണ്ട് ആ വാതിലിനെ അവിടെ വെച്ചുകൊണ്ട് അവൻ എങ്ങാട് പുറപ്പെട്ടു. ആ ദൈവ സ്നേഹത്തിൽ കർത്താവിൻ്റെ മറ്റൊരു വേലക്കാർ തീത്തോസിൻ്റെ അടുത്തേക്ക് പുറപ്പെടുകയാണ്. എന്നിട്ടാ പറയുന്നത്, നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. എന്താ? കർത്താവിൻ്റെ വേലക്കായി, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ കർത്താവ് തുറന്ന ഏതൊരു വാതിലാണെങ്കിലും അവിടെ നിങ്ങളെ ഓരോരുത്തരെയും സാത്താൻ്റെ തലയെ തകർത്ത് ജയോത്സവം കൊണ്ടാടുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ മോഹങ്ങളെ, നമ്മുടെ ലോകത്തിൻ്റെ മോഹങ്ങളെ പരിപാലിച്ച് അതിൽ ജയം നൽകാനല്ല ദൈവം ക്രൂശിൽ മരിച്ചത്. പിന്നെയോ കർത്താവിന് വേണ്ടി ഒരു വാതിൽ തുറന്നു കിട്ടുക. അവിടെ ധൈര്യത്തോടെ ദൈവ സ്നേഹത്തോടെ കാൽ വെക്കുമ്പോൾ അവിടെ പിശാച് നിന്നെ തൊടാതെ ജയോത്സവത്തോടെ നടത്തുന്ന ദൈവത്തിനാണ് നമ്മൾക്ക് ജയോത്സവം നടത്തുന്നത്. ഹല്ലേലൂയ. നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ, നമ്മൾ അനൗൺസ്മെന്റ് പറയുമ്പോൾ, നമ്മൾ കർത്തവ്യം എടുക്കുമ്പോൾ ലോകത്തെ ജനങ്ങളെ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പറിച്ചെറിയാതെ നിത്യതയിലേക്ക് എറിയുവാൻ ഇന്ന് ഓരോരുത്തർ ശുശ്രൂഷകരും നമ്മുടെ ന്യൂ ലൈഫിൽ ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ തെളിച്ച വഴിയിലൂടെ, ആ നിത്യയുടെ വഴിയിലൂടെ നമ്മൾ നടന്നെങ്കിൽ നമ്മൾ ജനങ്ങളെ നടത്തുവാൻ കഴിവുള്ളവരാ. ഹല്ലേലൂയ. നമുക്കറിയാം, മത്തായി സുവിശേഷം 12-ാം വാക്യം അതിന് 34 പറയുന്നു, ഏതു മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിനും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് മനുഷ്യരെ മോഹത്തിലേക്ക് നയിക്കാനല്ല, സമ്പന്നതയിലേക്ക് നയിക്കാനല്ല, പിന്നെയോ നിത്യതയിലേക്ക് നയിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത്. ഇന്ന് കേട്ട വചനം മന്ന ഹൃദയത്തിൽ നിറച്ച് അത് മറ്റൊരു കൊടുക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ ദിവസങ്ങളിൽ ദൈവദാസനിലൂടെ ഞങ്ങളോട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, കേട്ട കാര്യങ്ങൾ, വചനങ്ങളെല്ലാം ഞങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ആദ്യം ഞങ്ങളുടെ മോഹങ്ങളെ ഞങ്ങൾ ആ ക്രൂശിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, ഞങ്ങളുടെ മോഹമെല്ലാം ഞങ്ങൾ ക്രിസ്തുവിലായി തീരുവാൻ ഞങ്ങൾ കൃപ നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന, ഞങ്ങളെ ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിനായി സ്തോത്രം. ഞങ്ങളെ കൊണ്ട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിനായി സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെയും നശിച്ചു പോകുന്നവരുടെയും ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയായി തീരുവാൻ കർത്താവേ ഞങ്ങൾ കൃപ നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ,
ഞങ്ങളുടെ ശുശ്രൂഷയിൽ കർത്താവെ ആ നിത്യതയുടെ ആ മന്ന പറിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെയും പഠിപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടപ്പോഴായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തു കൃപയും വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിന് വരെ നമ്മളിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ.